ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതിനിർണായകമായ പങ്കുവഹിച്ച രണ്ട് മഹൽ വ്യക്തിത്വങ്ങളായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും MP നാരായണ മേനോനും. അവരുടെ പ്രവർത്തന മണ്ഡലം മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഉൾക്കൊള്ളുന്ന ഈ പ്രദേശമായിരുന്നു. മർദ്ദിതരുടെയും പീഡിതരുടെയും ഉന്നമനത്തിനും മതസൗഹാർദ്ദം നിലനിർത്തുന്നതിനും വേണ്ടി അവർ ചെയ്ത ത്യാഗപൂർണമായ സംഭവ ബഹുലമായ ജീവിത ചരിത്രം നാളിതുവരെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും രേഖപ്പെടുത്തിയിട്ടില്ല. ഈ പോരായ്മകൾ പരിഹരിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി ഈ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇത്തരം ഒരു ഡോക്യുമെൻ്ററി തയ്യാറാക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടീഷുകാരുടെ പീഡനം ഏറ്റവും കൂടുതൽ സഹിച്ചിട്ടുള്ള രണ്ടാൾക്കാരാണ് അവരൊക്കെ. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന കേരളത്തിലെ ഒരു നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ നമുക്ക് പറയാൻ പറ്റും, അത് MP നാരായണ മേനോനാണെന്ന്. ഹിന്ദു മുസ്ലിം ഐക്യത്തിന് വേണ്ടി വളരെ ആത്മാർത്ഥമായിട്ട് അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു സംശയവുമില്ല. ഇവരെ പറ്റിയ ഒരു ഡോക്യുമെൻ്ററി നിർമ്മിക്കാൻ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് അതൊരു വളരെ വലിയ ഒരു കാര്യം തന്നെയാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. മങ്കട ബ്ലോക്ക് പ്രദേശത്ത് ജീവിച്ച ചരിത്രത്തിലെ അതികായന്മാരായ വ്യക്തികളെക്കുറിച്ച് കൃത്യവും വസ്തുനിഷ്ഠവുമായ ചരിത്രം രേഖപ്പെടുത്തുകയും അത് വരും തലമുറക്ക് ലഭ്യമാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മാണം കൊണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് ഉദ്ദേശിച്ചത്. അവരുടെ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ടും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ചരിത്ര വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ടും ആധികാരികമായ വിവരങ്ങൾ ശേഖരിക്കുകയും അത് രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ടാണ് ഈ ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്നത്. മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഒട്ടനവധി പദ്ധതികൾ കഴിഞ്ഞ 4.5 വർഷത്തോളമായി നടപ്പാക്കിയിട്ടുണ്ടെങ്കിലും അതിൽ എടുത്തു പറയത്തക്ക ഒന്നാണ് ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാടിയ നമ്മുടെ എല്ലാം ഇന്നത്തെ സ്വാതന്ത്ര്യത്തിന് കാരണക്കാരായ MP നാരായണ മേനോൻ്റെയും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും ജീവചരിത്രം പ്രതിപാദിക്കുന്ന ഈ ഡോക്യുമെൻ്ററി. ആ ജീവിത ചരിത്രവും സ്വാതന്ത്ര്യ സമരവും ഒക്കെ എക്കാലത്തും വലിയൊരു സന്ദേശമാണ് ഈ ജനാധിപത്യ മതേതരത്വ രാജ്യമായ ഇന്ത്യയിലുള്ളത്. പ്രത്യേകിച്ച് വർത്തമാനകാലത്തിൽ ഇങ്ങനൊരു ഡോക്യുമെൻ്ററി തയ്യാറാക്കുന്നത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടുണർത്തുന്ന ഒരു ഡോക്യുമെൻ്ററിയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ സ്വാഭാവികമായും വർത്തമാന കാലഘട്ടത്തിൽ മതേതരത്വത്തിനെതിരെ നിലപാട് സ്വീകരിക്കുന്ന ചെറിയ വിഭാഗം തലങ്ങളുണ്ട്. ആ തലങ്ങളെയൊക്കെ ദേശീയ മുഖ്യധാരയിൽ ഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യൻ മതേതരത്വത്തോടും ഇന്ത്യയുടെ ഐക്യത്തോടും ഇന്ത്യയുടെ ബഹുസ്വരതയോടും ഒപ്പം നിർത്തി മുന്നോട്ട് പോകാൻ ആവശ്യമായിട്ടുള്ള അറിവ്, അവബോധം ഈ ഡോക്യുമെൻ്ററിയിലൂടെ പകരാൻ കഴിയും എന്നുള്ള ഉദ്ദേശം കൂടെ ബ്ലോക്ക് പഞ്ചായത്തിനുണ്ട്. ചരിത്രം തിരുത്തിക്കുറിക്കപ്പെടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥ ചരിത്രം വരും തലമുറയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള സതുദ്ദേശത്തോടു കൂടിയാണ് ഞങ്ങളുടെ ഈ ഭരണസമിതി സ്വാതന്ത്ര്യ സമര സേനാനികളായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെയും MP നാരായണ മേനോൻ്റെയും ചരിത്ര ഡോക്യുമെൻ്ററി തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. ഭാവി തലമുറയ്ക്ക് ഏറെ വിജ്ഞാനപ്രദവും ഉപകാരപ്രദവുമായ ഈ ഡോക്യുമെൻ്ററി ജനസമക്ഷം സമർപ്പിക്കുകയാണ്. നമ്മുടെ രാജ്യം ഇന്നത്തെ അവസ്ഥ നേടിയെടുത്തത് നിരവധി പോരാട്ടങ്ങളിലൂടെയാണ്. അത്തരം പോരാട്ടങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭൂമികയായിരുന്നു ബ്രിട്ടീഷ് ഭരണം നിലനിന്നിരുന്ന മലബാർ. പോരാട്ടങ്ങളുടെയും പടയോട്ടങ്ങളുടെയും നിലയ്ക്കാത്ത ചരിത്രമാണ് മലബാറിന് പറയാനുള്ളത്. ചരിത്രപുരുഷന്മാരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ തെക്കൻ മലബാറിലെ കരുവാരക്കുണ്ടും പാണ്ടിക്കാടും മഞ്ചേരിയും വള്ളുവങ്ങാടും ചൂഷകരായ അധിനിവേശ സാമ്രാജ്യത്വ ശക്തികൾക്കെതിരെയും ജന്മിത്തത്തിനെതിരെയും നടന്ന പോരാട്ടങ്ങളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തോളോട് തോൾ ചേർന്ന് ധീരതയോടെ പോരാടി ജീവൻ ബലിയർപ്പിച്ച് നടത്തിയ മഹത്തായ സ്വാതന്ത്ര്യ സമരമായിരുന്നു ഐതിഹാസികമായ മലബാർ പോരാട്ടം. തെക്കൻ മലബാറിൽ രൂക്ഷമായ പോരാട്ടങ്ങളാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതിന് നേതൃത്വം നൽകിയ 2 പേരായിരുന്നു MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും.
15-ാം നൂറ്റാണ്ടുവരെ പരസ്പര വിശ്വാസത്തിലും സ്നേഹത്തിലും സൗഹാർദ്ദമായി കഴിഞ്ഞവർക്കിടയിലേക്ക് അനീതിയുടെ വിഷവിത്തുമായി സാമ്രാജ്യത്വം കടന്നുവരികയും ജന്മിമാരെ അവരോടൊപ്പം ചേർത്തുകൊണ്ട് സ്ത്രീകളെയും കുട്ടികളെയും കൃഷിക്കാരെയും നാട്ടുകാരെയും അടിമകളാക്കി ചൂഷണം ചെയ്ത് പണിയെടുപ്പിച്ചു. ആ മലബാർ പ്രദേശത്ത് വലിയ തോതിലുള്ള ജന്മിത്തമാണ് ബ്രിട്ടീഷുകാരുടെ ആഗമനത്തിന് മുമ്പുണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാർ 1800-ൽ മലബാർ പിടിച്ചടക്കിയോടുകൂടി ഈ ജന്മിത്തവും സാമ്രാജ്യത്വ ഭരണകൂടവും തമ്മിൽ സൗഹൃദത്തിലാവുകയും ഈ രണ്ട് ശക്തികളും ചേർന്നുകൊണ്ട് ഈ നാട്ടിൻ്റെ മുഴുവൻ വിഭവവും കൈക്കലാക്കുവാൻ ശ്രമിക്കുകയും ചെയ്തു. ആ വിഭവ കൊള്ളയ്ക്കെതിരെ നടന്ന നിരവധി പോരാട്ടങ്ങളുണ്ട്. ആ പോരാട്ടങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട സമര പോരാട്ടമാണ് മലബാറിൽ നടന്ന കലാപങ്ങൾ. ഈ കലാപങ്ങൾ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. നാം സ്വാതന്ത്ര്യം നേടിയെടുത്തത് ഈ പോരാട്ടങ്ങളുടെ ഫലമായിട്ടാണ് എന്ന് പറയാതെ വയ്യ. അതിനെതിരെയുള്ള പോരാട്ടത്തിൽ അവർക്ക് നഷ്ടമായത് കൃഷിയും കച്ചവടവും സമ്പത്തും മാത്രമായിരുന്നില്ല, സ്വന്തം ജീവൻ തന്നെയായിരുന്നു. മലബാറിൽ നടന്ന പോരാട്ടങ്ങൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. രാജ്യത്ത് നടന്നിട്ടുള്ള കർഷകരുടെയും കുടിയാന്മാരുടെയും തൊഴിലാളികളുടെയും പോരാട്ടത്തിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ് മലബാറിൽ നടന്ന പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങൾ ആദ്യ കാലഘട്ടങ്ങളിൽ അവർക്ക് പ്രത്യേക ആശയം അവരെ സഹായിക്കാനില്ലാത്തതുകൊണ്ട് തന്നെ മതപരമായ ആശയം അവരെ സഹായത്തിനെത്തുകയും അവർ സംഘടിപ്പിക്കപ്പെടുകയും ബ്രിട്ടീഷ് ഭരണത്തിനും നാടുവാഴികൾക്കുമെതിരെ വലിയ പോരാട്ടം നടത്താൻ സാധിക്കുകയും ചെയ്തു. നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൽ കേരളത്തിലെ ഏറ്റവും വടക്കു ഭാഗത്താണ് വലിയ ബ്രിട്ടീഷ് വിരുദ്ധ പ്രക്ഷോഭം ഉണ്ടായിട്ടുള്ളത്. അതിൻ്റെ പ്രധാന കാരണം ഇവിടെ ബ്രിട്ടീഷ് വാഴ്ചയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ അതേസമയത്ത് തന്നെ ഇതിനോട് ചേർന്ന് നിന്നിരുന്ന ജന്മിത്തത്തെയും ഇവർക്ക് നേരിടേണ്ടി വന്നു. എന്നാൽ ആ പോരാട്ടത്തിൽ ഏറ്റവും രൂക്ഷമായ സമരം നടന്നത് തെക്കൻ മലബാറിലാണ് എന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇന്നത്തെ മലപ്പുറം ജില്ലയും പാലക്കാടിൻ്റെയും തൃശ്ശൂർ ജില്ലയുടെയും കോഴിക്കോട് ജില്ലയുടെയും വയനാടിൻ്റെയും ഏതാനും ഭാഗങ്ങൾ ചേർന്നതാണ് ഈ ദക്ഷിണ മലബാർ. ആ ദക്ഷിണ മലബാറിൽ എന്തുകൊണ്ടാണ് 921-നും അതിനു മുൻപുണ്ടായിരുന്ന വലിയ പോരാട്ടങ്ങൾ നടന്നത് എന്ന് നാം അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. മലബാറിൽ ബ്രിട്ടീഷ് വാഴ്ച പൂർണ്ണമായതോടുകൂടി ജന്മിമാർക്ക് അധികാരം ലഭിക്കുകയും അവർ ബ്രിട്ടീഷ് ഭരണത്തിനു വേണ്ടി നികുതി പിരിക്കൽ ആരംഭിക്കുകയും ചെയ്തു. 1800-കളിൽ വലിയ പോരാട്ടങ്ങളാണ് തെക്കൻ മലബാറിലുണ്ടായത്. വെള്ളക്കാരുടെയും ജന്മികളുടെയും ക്രൂരതകൾ കൊണ്ട് ചാളകളിലെ അടിയാത്തികൾക്കും കുട്ടികൾക്കും രക്ഷയില്ലാതായപ്പോൾ ക്രൂരമായ അക്രമത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും മോചനം നേടാനായി തെക്കൻ മലബാറിലെ മാപ്പിളമാരും കീഴാളരും ഹൈന്ദവരും ഒരുമിച്ച് രംഗത്തിറങ്ങുകയായിരുന്നു. ജന്മിത്തം എന്ന് പറയുന്നത് ഭീകരമായ ജനങ്ങളുടെ മർദ്ദനത്തിലാണ് അവസാനിച്ചിരുന്നത്. ഭൂമി മുഴുവൻ തമ്പുരാക്കന്മാരുടെയും ദേവസ്വം അധികാരികളായ ബ്രാഹ്മണന്മാരുടെയും കയ്യിലായിരുന്നു. അവർക്ക് കിട്ടിയ ഭൂമി അവരല്ലല്ലോ കൃഷി ചെയ്യുന്നത്. അത് കൃഷി ചെയ്യുന്നതിന് വേണ്ടി താഴെത്തട്ടുള്ള ആളുകൾക്ക് പാട്ടത്തിനും ഭാരത്തിനും വീതിച്ചു കൊടുക്കുകയാണ് ചെയ്യുക. ഒരു വലിയ ഭൂവിഭാഗം അങ്ങനെ തന്നെ കൈയടക്കി വെച്ചിട്ടുള്ള ഒരു ജന്മി ഉണ്ടായിരിക്കും. ആ ജന്മി അദ്ദേഹത്തിൻ്റെ കാർഷിക ഭൂമി കാണക്കൊടിയാന്മാർക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നു. ചെറിയ കുടിയാന്മാർക്ക് പാട്ടത്തിന് വീണ്ടും കൊടുക്കും. ഇതിനെ വെറും പാട്ടം എന്നാണ് വിളിക്കുന്നത്. ഈ വെറും പാട്ടക്കാരൻ ആണ് യഥാർത്ഥ കർഷക നേതാവ്. അദ്ദേഹം നാട്ടിലുള്ള കർഷക തൊഴിലാളികളെയും മറ്റുള്ളവരെയും സംഘടിപ്പിച്ചുകൊണ്ട് കൃഷി ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ഈ വെറുംപാട്ടക്കാരും ജന്മിയുമായിട്ട് നേരിട്ടുള്ള ബന്ധം നമ്മൾ കാണുന്നില്ല. പക്ഷേ ഈ കാണക്കൊടിയാന്മാരാണ് ജന്മിമാരായിട്ട് പലപ്പോഴും ഈ തൊഴിലാളികൾ കണക്കാക്കിയിരുന്നത്. 1792 വരെയുള്ള കാൽനൂറ്റാണ്ട് മലബാർ ഭരിച്ചിരുന്നത് ടിപ്പു സുൽത്താനാണ്. ആ കാലത്താണ് ഇവിടുത്തെ പങ്ക് കൃഷിക്കാരായിട്ടുള്ള സാധാരണ കൃഷിവലന്മാർക്ക് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണം നടക്കുന്നത്. കച്ചവടത്തിന് വന്നവർ കൊള്ളക്കാരായി ഭരണം നടത്തുകയും പൂർവ്വകാലം മുതൽ നാട്ടുനടപ്പുണ്ടായിരുന്ന കാർഷിക മര്യാദയിലെ അലംഘനീയമായ കാണം ജന്മമര്യാദ എന്നേക്കുമായി അവഗണിക്കുകയും ചെയ്തു. വളരെ സങ്കീർണമായിട്ടുള്ള ജാതി ജന്മിത്തം ഇവിടുത്തെ കുടിയാന്മാരുടെ നില വളരെയധികം പരിതാപകരമാക്കി തീർത്തു. കുടിയാന്മാരും വെറുംപാട്ടക്കാരും ധാരാളം തൊഴിലാളികളും ഉള്ള ഒരു നാട്ടിൽ പഴയ കാലത്തെ ജാതി ജന്മിത്തമാണ് നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ജാതി വ്യവസ്ഥ അടിക്കെട്ട് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ബ്രിട്ടീഷ് ഭരണകാലത്തും കാര്യങ്ങൾ മുന്നേറിയത്. ഈ ഒരു അവസ്ഥയിൽ ബ്രിട്ടീഷ് ഭരണം ഇവിടേക്ക് കൊണ്ടുവന്ന ദുരിതങ്ങൾ, ആ ദുരിതങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ജന്മിമാർ താഴെത്തട്ടുള്ള ആളുകളെ ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലും തുറന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ജന്മിമാർക്കും കിട്ടിയ അധികാരം ഉപയോഗിച്ചുകൊണ്ട് തങ്ങൾക്ക് തോന്നിയ രീതിയിൽ പണം പിരിക്കുന്നതിനും സമ്പത്തുണ്ടാക്കുന്നതിനും വേണ്ട അതിക്രമ മാർഗങ്ങൾ അവർ സ്വീകരിക്കുകയും ചെയ്തു.
ഈ വ്യവസ്ഥയാണ് പ്രധാനപ്പെട്ട പണ്ഡിതന്മാരെല്ലാം ജാതിജന്മിത്വം എന്ന് വിളിക്കുന്നത്. ആ ജാതിജന്മിത്വത്തിൽ തങ്ങളുടെ കിരാതഭരണം നിലനിർത്താൻ വേണ്ടി ജാതിയും തൊട്ടുകൂടായ്മയും അകറ്റി നിർത്തലും തീണ്ടിക്കൂടായ്മയും ഒക്കെ അവർ പാലിച്ചിരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സവർണവര്യണ്ണരായ ജന്മിമാരെ ഉപയോഗിച്ച് കാർഷിക മര്യാദയ്ക്ക് അവർ പുതിയ നിർവചനം കൊണ്ടുവരികയും ജന്മിമാരുടെ അധികാര അവകാശങ്ങൾക്ക് പുതിയ വ്യാഖ്യാനങ്ങൾ നൽകുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിലും ജന്മിത്ത ദുർവാഴ്ചയുടെ സമയത്തും നമ്മളെ നാട്ടിലുണ്ടാക്കിയിരുന്ന ദുരിതപ്പെയ്ത്തിൻ്റെ ഒരു പ്രധാന ഉപകരണമാണ് പറ. ഈ പറ കൊണ്ട് അളന്നാണ് ജന്മി അധ്വാനത്തിൻ്റെ ഫലം മുഴുവൻ ഏറ്റെടുക്കുന്നത്. അധ്വാനത്തിന് പ്രതിഫലമായി എന്തെങ്കിലും തുക കുഴിലിയായി കൊടുക്കുന്നത് വസ്തുക്കളായിട്ടാണ്. അന്ന് 10 പറ നെല്ല് ഉൽപ്പാദിപ്പിക്കുകയായിരുന്നു ഒരു കർഷകനെങ്കിൽ അതിൽ 5 പറ സ്വന്തമാക്കാൻ കുടിയാന് പറ്റുമായിരുന്നു. നേരത്തെ 5 പറ കിട്ടിയിടുന്ന സ്ഥാനത്ത് സാധാരണ കർഷകന്, വെറും പാട്ടക്കാരന്, പങ്ക് കൃഷിക്കാരന് 2 പറ കൊണ്ട് തൃപ്തി അടയേണ്ടി വരുന്നു. ഇതായിരുന്നു അടിസ്ഥാനപരമായിട്ട് മലബാറിലെ, ദക്ഷിണ മലബാറിലെ, ഏറനാട്ടിലെയും വള്ളുവ നാട്ടിലെയും കർഷകർക്കുണ്ടായിരുന്ന പരാധീനത എന്ന് പറയും. കൃത്യമായ അളവിലൂടെ വസ്തുക്കൾ പ്രതിഫലമായി കൊടുക്കുന്ന ഒരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നില്ല. തെറ്റുകൾ ചോദിക്കുവാൻ, തെറ്റുകൾ ഉന്നയിക്കുവാൻ അടിയാളനും കാണക്കുടിയാന്മാർക്കും അവകാശവും ഉണ്ടായിരുന്നില്ല. ബ്രിട്ടീഷ് ഭരണം വന്നതോടുകൂടി നമ്മുടെ നാട്ടിലെ ജന്മി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നാടുവാഴികളുടെ അനുചരന്മാരായിട്ടുള്ള സേനകളെല്ലാം ഇല്ലാതായി. അതിൻ്റെ ഭാഗത്ത് ബ്രിട്ടീഷുകാരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പട്ടാളവും പോലീസും രംഗത്ത് വരികയും ചെയ്തു. ജന്മികൾ അവർക്ക് ലഭിച്ച അമിതാധികാരം ഉപയോഗിച്ച് ധനം സമ്പാദിക്കുകയും കാണക്കാരെ നിഷ്കരുണം ചൂഷണം ചെയ്യാനും തുടങ്ങി. വഴങ്ങാത്തവരുടെ ഭൂമി ഒഴിപ്പിച്ചെടുത്തു. അതിനായി ജന്മിമാർ കോൽക്കാരെ ചുമതലപ്പെടുത്തി. ജന്മികളുടെ പടയാളികളായിരുന്നു കോൽക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടത്. അക്രമികളായ അവർ കയ്യിൽ കിട്ടിയതെന്തും തട്ടിക്കൊണ്ടുപോയിരുന്നു. സാമ്രാജ്യത്വവും അധികാരവും അവർക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്തു. അതുകൊണ്ടുതന്നെ അവരുടെ കിരാത നടപടി നാൾക്ക് നാൾ കൂടി വന്നു. കർഷകരും സാധാരണക്കാരും ഭീതിയോടെയാണ് കോൽക്കാരെ കണ്ടിരുന്നത്. ബ്രിട്ടീഷുകാരെ സഹായിക്കാൻ വേണ്ടി അവർ ഗ്രാമക്കോടതികളെ അധ്യക്ഷന്മാരാക്കി നിയമിച്ചിരുന്നത് നാട്ടിലെ പ്രമാണിമാരെയാണ്. അവരെ നാം അധികാരികൾ എന്നാണ് വിളിക്കുക. ഈ അധികാരികൾക്ക് 20 രൂപയിൽ കുറഞ്ഞ എല്ലാ കേസിലും വിധി നിശ്ചയിക്കാൻ വരെ അധികാരമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അധികാരികളുടെ ഒരു സ്വതന്ത്ര ഭരണപ്രദേശമായി താഴെയുള്ള ഗ്രാമങ്ങൾ മാറിയിരുന്നു എന്നുള്ളതാണ് വാസ്തവം. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നിയമം വന്നാലും ധാരാളം തരത്തിലുള്ള നികുതികളാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് പിരിച്ചിരുന്നത്. ഈ നികുതികൾ പിരിക്കുക മാത്രമല്ല, തൻ്റെ കരാർ വ്യവസ്ഥയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ട് കരാർ കാലം തീരുന്നതിന് മുൻപേ തന്നെ ഭൂമി അവരിൽ നിന്ന്, കുടിയാന്മാരിൽ നിന്ന് അല്ലെങ്കിൽ വെറുമ്പാട്ടക്കാരിൽ നിന്ന് പിടിച്ചെടുക്കുന്ന ഒരു കിരാതവാഴ്ചയും ഈ കാലഘട്ടത്തിലുണ്ടായിരുന്നു. നിലവിലുണ്ടായിരുന്ന കരാർ പൊളിച്ചെഴുതി കാണക്കാരൻ്റെ അവകാശം 12 വർഷമായി പരിമിതപ്പെടുത്തി. ജന്മിയുടെ വിഹിതം വർദ്ധിപ്പിച്ചു. ആരെങ്കിലും കൂടുതൽ പണം തരുമെന്ന് കണ്ടാൽ അത്തരക്കാർക്ക് ഭൂമി മറിച്ചു വിൽക്കുന്ന മേൽച്ചാർത്ത് എന്ന കരിനിയമവും അന്നുണ്ടായിരുന്നു. സാധാരണക്കാരനായിട്ടുള്ള ഈ തൊഴിലാളി ഈ മണ്ണിൽ പണിയെടുക്കുകയും പലപ്പോഴും ഒട്ടക്കുന്നുകളായി കിടന്നിരുന്ന സ്ഥലത്തെ 1-ാം തരം കാർഷിക ഭൂമിയായി മാറ്റുകയും ചെയ്തിരുന്നു. 12 കൊല്ലം കഴിയുമ്പോൾ ഈ പാട്ടം പുതുക്കണം. ഇതിനെയാണ് പൊളിച്ചെഴുത്ത് എന്ന് പറയുന്നത്. ഈ പൊളിച്ചെഴുത്തിൻ്റെ സമയത്ത് ഈ കുടിയാനും ജന്മിയും തമ്മിൽ എന്തെങ്കിലും അസ്വാരസ്യമുണ്ടെങ്കിൽ ഈ കുടിയാനെ ആ ഭൂമിയിൽ നിന്നും അന്യായമായി ഒഴിപ്പിച്ചിട്ട് ആ സ്ഥലം വേറൊരാൾക്ക് കൊടുത്തിരുന്നു. കാണക്കുടിയാൻ അല്ലെങ്കിൽ വെറുമ്പാട്ടക്കാരൻ അറിയാതെ ഭൂമി പിടിച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്ന അതിക്രമ സമ്പ്രദായത്തെയാണ് മേൽച്ചാർത്ത് എന്ന് വിളിക്കുന്നത്. കുടിയാൻ ജന്മി സമ്പ്രദായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദുരിതം മേൽച്ചാർത്ത് കൊടുക്കലാണ്. ഈ മേൽച്ചാർത്തിന്റെ പേരിൽ സാധാരണക്കാരായ കുടിയാന്മാർ അഥവാ വെറുമ്പാട്ട കുടിയാന്മാർ നിരവധി പരാതികളാണ് അധികാരികൾക്ക് മുമ്പിലും ബ്രിട്ടീഷ് വാഴ്ചയ്ക്ക് മുമ്പിലും അവതരിപ്പിച്ചത്. അതിനൊന്നും പരിഹാരമില്ലാതെ 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിലെ ആദ്യ ദശകങ്ങളിലും ഈ സമ്പ്രദായം തുടർന്നു. വ്യവസ്ഥകൾക്കൊന്നും ഒരു എഴുതപ്പെട്ട രേഖകളില്ലാതിരുന്നത് വലിയ ദുരിതമാണ് ഉണ്ടാക്കിയിരുന്നത്. ആ കാലഘട്ടത്തിൽ പാട്ടം കൊടുക്കുക, വാരം കൊടുക്കുക എന്നിവ ഒരു നിയമപരമായി മാറിക്കൊണ്ട് അതിൻ്റെ രേഖകൾ ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുതിയ കോടതികൾക്ക് വന്നപ്പോൾ ഈ രേഖകൾ കാണിച്ചുകൊണ്ട് മാത്രമേ നമ്മുടെ ദുരിതം അവരുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റൂ. 1880-കളിൽ വില്യം ലോഗൻ ഈ മലബാറിൽ നടക്കുന്ന വലിയ പോരാട്ടങ്ങളുടെ യഥാർത്ഥ സ്ഥിതി അന്വേഷിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷൻ എന്ന രീതിയിൽ പ്രവർത്തിക്കുകയും
മലബാർ മേഖലയിൽ ജന്മിമാർ വലിയ തോതിൽ കുടിയാന്മാരെയും വെറുമ്പാട്ടക്കാരെയും സാധാരണ ജനങ്ങളെയും ചൂഷണം ചെയ്യുന്നു എന്ന് കണ്ടെത്തുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് തൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ പാട്ട രശീതി നിർബന്ധമായി നടപ്പിലാക്കണം എന്ന് പറയുകയുണ്ടായി. 1880 ശേഷമാണ് നികുതി കൊടുക്കുന്നതിനും വാരം കൊടുക്കുന്നതിനും രശീതികൾ നടപ്പിലായി തുടങ്ങിയത്. 20-ാം നൂറ്റാണ്ടിൽ ഗ്രാമങ്ങളിലേക്ക് ദൂരദേശങ്ങളിൽ നിന്ന് ഉയർന്ന വിദ്യാഭ്യാസം നേടി തിരിച്ചെത്തിയ വിദ്യാർത്ഥികളും ചെറുപ്പക്കാരും ഈ വിഷയങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചെറു പ്രതികരണങ്ങൾ നടത്താൻ തുടങ്ങി. കുടിയാന്മാരിൽ ദുരിതമുള്ള ആളുകളെ, അവരുടെ പരാതികൾ പറഞ്ഞു കേട്ടിരുന്ന ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ചെറുപ്പക്കാർ പുതിയ ഒരു രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കമിടുന്നത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ വിദ്യാഭ്യാസം നേടിയ ഒരു മധ്യവർഗം ബ്രിട്ടീഷ് മലബാറിലും ഇന്ത്യയിൽ ആകമാനം ഉണ്ടാവുകയും ആ മധ്യവർഗം നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്തു. MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ഇത്തരത്തിലുള്ള ഒരു പ്രതികരണത്തിൻ്റെ ആദ്യ നേതാക്കന്മാരായിരുന്നു. കുടിയാന്മാരുടെ സങ്കടങ്ങൾ മാറ്റാനുള്ള സംഘം എന്ന പേരിൽ കുടിയാൻ സങ്കട നിവാരണ സംഘം എന്ന് പറയുന്ന കുടിയാന്മാരുടെ സംഘടന ഉണ്ടാക്കിക്കൊണ്ടാണ് MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും രംഗത്ത് വരുന്നത്. കോട്ടയ്ക്കൽ വെള്ളുവനാട് പ്രദേശത്ത് ആളുകളെ സംഘടിപ്പിച്ചുകൊണ്ട് സാമൂതിരിയുടെ എസ്റ്റേറ്റിൽ നടന്നിട്ടുള്ള ഒരു വലിയ പോരാട്ടമാണ്. കോട്ടയ്ക്കൽ പ്രദേശത്തെ ഒരു പ്രസിദ്ധ ജന്മി കുടുംബമായിരുന്നു അറക്കൽ കുട്ടി മാളുവമ്മയുടെ. അവരുടെ കാണക്കുടിയാനായിരുന്നു പരുത്തിക്കുന്നൻ ഖാദർ. ഈ പരുത്തിക്കുന്നൻ ഖാദർ തൊഴിലാളികൾക്ക് നേരെ കാണിച്ചിരുന്ന അതിക്രമം കൊണ്ടാണ് അവിടെ ഒരു സമരം ഉണ്ടാകുന്നത്. ഇങ്ങനെ ജന്മിയും കുടിയാനും തമ്മിലൊരു സമരം ഉണ്ടായപ്പോൾ ഇസ്ലാമിക മത പണ്ഡിതന്മാർ ജന്മിക്ക് വേണ്ടിയിട്ടാണ് ഫത്വ അല്ലെങ്കിൽ ഒരു ഓർഡർ ഇറക്കുന്നത്. കട്ടിലശ്ശേരി ചെയ്തത് ഇതിനെതിരായിട്ട് കുടിയാന്മാർക്ക് വേണ്ടിയിട്ട് ഒരു ഫത്വ പുറപ്പെടുവിച്ചു. വളരെയധികം ജനസമ്മതിയുള്ള ഒരാൾക്ക് മാത്രമേ അക്കാലത്ത് ചെയ്യാനായിട്ട് സാധിച്ചിരുന്നുള്ളൂ. ഇതിൽ കുടിയാന്മാരാണ് ജയിക്കുന്നത്. യഥാർത്ഥത്തിൽ 1921 കലാപം വിജയിപ്പിക്കുന്നതിന്, അതിൽ ആളുകളെ സംഘടിപ്പിക്കുന്നതിന് നിദാനമായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം കോട്ടയ്ക്കൽ സാമൂതിരിയുടെ എസ്റ്റേറ്റിൽ നടന്നിട്ടുള്ള കുടിയാന്മാരുടെ യോഗവും ആ യോഗം വഴി അവർ നടത്തിയ മുന്നേറ്റത്തിൻ്റെ ഭാഗമായി തൊഴിലാളികളുടെ സഹകരണത്തോടുകൂടി കുടിയിറക്കിൽ നിന്ന് ആളുകളെ രക്ഷിച്ചതുമാണ്. MP-യും കട്ടിലശ്ശേരിയും നടത്തിയ ബോധവൽക്കരണത്തിന്റെ ഫലമായിട്ടായിരുന്നു തൊഴിലാളികൾ കൊയ്യാനോ മെതിക്കാനോ മറ്റ് കാർഷിക പണികൾക്കോ പോകേണ്ട എന്ന് തീരുമാനിക്കുകയും അതിന്റെ ഫലമായിട്ട് ജന്മിക്ക് വളരെ വലിയ കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ഈ നിസ്സഹകരണ പ്രസ്ഥാനം അവസാനം ഒടിയന്മാരുടെ വിജയത്തിലാണ് കലാശിച്ചത്. ഇത് ആദ്യത്തെ വിജയപ്രദമായ ഒരു കാർഷിക ലഹളയായിട്ട് നമ്മൾക്ക് കണക്കാക്കാം. ബ്രിട്ടീഷുകാർ മലബാർ ഏറ്റെടുത്ത് 1792 ദക്ഷിണ മലബാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ഗ്രാമങ്ങളിൽ ഒറ്റപ്പെട്ട സമരങ്ങൾ നടക്കുന്നു. അതിനെയാണ് മാപ്പിള കലാപങ്ങൾ എന്ന് പറയുന്നത്. ഈ കലാപത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഏതെങ്കിലും ചൂഷണം ചെയ്യുന്ന ജന്മിയെ കൊലപ്പെടുത്തുക, ജന്മിക്ക് സഹായം നൽകുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ അപായപ്പെടുത്തുക, ബ്രിട്ടീഷുകാരാൽ വെടിയേറ്റ് മരിക്കുക. ഇതായിരുന്നു ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ആത്മഹത്യാപരമായിട്ടുള്ള ഒരു ശ്രമം അന്നത്തെ ഇവിടുത്തെ കർഷകർ നടത്തിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിൽ ഭീകരമായൊരു കാർഷിക ചൂഷണം ഇവിടെ നിലക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ ചൂഷണത്തിനെതിരെ ഏതാണ്ട് 32ഓളം കർഷക കലാപങ്ങൾ ദക്ഷിണ മലബാറിൽ നടന്നിട്ടുണ്ട്. മാത്രവുമല്ല, കലാപത്തിൽ രക്തസാക്ഷികളായ 387 രക്തസാക്ഷികളെ സർക്കാർ ഇറക്കിയിട്ടുള്ള രക്തസാക്ഷി നിഘണ്ടുവിൽ നിന്ന് നീക്കം ചെയ്യുന്നൊരവസ്ഥ പോലും ഉണ്ട്. ഹിന്ദു വംശഹത്യയാണ് മലബാറിൽ 1921 നടന്ന് എന്ന ആഖ്യാനത്തെ റദ്ദ് ചെയ്യുന്നതാണ് MP നാരായണ മേനോൻ്റെയും കട്ടിലശ്ശേരി മുസ്ലിയാരുടെയും ജീവിത ചരിത്രം എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു സുദൃഢമായ സൗഹൃദമുണ്ട്. ആ സൗഹൃദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ഏറനാട്ടിലെയും വള്ളുവ നാട്ടിലെയും സാധാരണക്കാരായ നിസ്വരായിട്ടുള്ള ചൂഷിതരായിട്ടുള്ള മാപ്പിള കർഷകരെ കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. അപ്പോൾ മലബാർ കലാപം 1921 പെട്ടെന്നുണ്ടായ ഒരു സംഭവമല്ല, മറിച്ച് അതിനു മുമ്പുള്ള നൂറ്റാണ്ടുകളിലൂടെ ഇവിടുത്തെ ജന്മിമാരും ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി നടപ്പിലാക്കിയിട്ടുള്ള കർഷക വിരുദ്ധ സമീപനത്തിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു 1921 എന്ന് പറയും. 1877 പെരിന്തൽമണ്ണ താലൂക്കിൽ കരിഞ്ചാപ്പടിയിൽ മതപണ്ഡിതനായ ആലി മുസ്ലിയാരുടെയും
പൊന്നാനിയിലെ മഗ്ദും കുടുംബത്തിലെ ആയിഷുമ്മയുടെയും മകനായി മങ്കടപ്പറമ്പിൽ വടക്കേതൊടി മുഹമ്മദ് മുസ്ലിയാർ എന്ന കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി ജനിച്ചു. മാതാപിതാക്കളിൽ നിന്നും ലഭിച്ച അറിവുകൾ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹത്തിനെ ഇത്തരം പഠനങ്ങളിലേക്ക് ആകർഷിച്ചിരുന്നു. മദ്രസ പഠനം, ഖുർആൻ, ഹദീസ് എന്നീ വിഷയങ്ങളിൽ ഏറ്റവും വലിയ ഗുരുനാഥൻ അലി മുസ്ലിയാർ എന്ന ബാപ്പ തന്നെയായിരുന്നു. പിന്നെ അതിനുശേഷം തിരൂരങ്ങാടി, പൊന്നാനി തുടങ്ങിയ സ്ഥാപനങ്ങളിൽ പോയി ഉയർന്ന വിദ്യാഭ്യാസം നേടുകയും വെല്ലൂരിൽ അദ്ദേഹം പഠിച്ച ബാഖിയാത്തുൽ സ്വാലിഹിൽ വെച്ച് അദ്ദേഹത്തിന് നിരവധി ഉറുദു പണ്ഡിതന്മാരുമായിട്ട് പരിചയപ്പെടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കിട്ടിയ അറിവും ആണ് അദ്ദേഹത്തെ നല്ല ഒരു മതനിരപേക്ഷത പ്രചരിപ്പിക്കാനായിട്ട് താല്പര്യമുള്ള ഒരു മഹത് വ്യക്തിയായിട്ട് മാറ്റിയത്. അറബി, മലയാളം, ഫ്രഞ്ച്, ഉറുദു, തമിഴ് എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടിയിരുന്ന അദ്ദേഹം കേരളത്തിനകത്തും പുറത്തും അറിയപ്പെടുന്ന പ്രസംഗകനായിരുന്നു. ആരെയും ഭയപ്പെടാതെ മുഖത്തു നോക്കി കാര്യങ്ങൾ തുറന്നു പറയുന്ന രീതിയായിരുന്നു അദ്ദേഹത്തിൻ്റേത്. മികച്ച മാപ്പിളപ്പാട്ട് രചയിതാവ് കൂടിയായ അദ്ദേഹം സ്റ്റേജിൽ പാടുകയും ചെയ്തിരുന്നു. കട്ടിലശ്ശേരി സ്ത്രീ വിദ്യാഭ്യാസത്തിന് ഒരുപാട് പോഷിപ്പിച്ചിരുന്നു. സ്വന്തം മകളെ അങ്ങാടിപ്പുറം തരകന സ്കൂളിലാണ് പഠിപ്പിച്ചിരുന്നത്. ആ കാലത്ത് കരിഞ്ചാപ്പാടിയിൽ നിന്ന് നടന്നാണ് സ്കൂളിലേക്ക് വന്നിരുന്നത്. അന്ന് മുസ്ലിം വിദ്യാർത്ഥികളൊന്നും സ്കൂൾ പഠിക്കാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു കുട്ടി മാത്രം, കട്ടിലശ്ശേരിൻ്റെ ഒരു മകൾ മാത്രം അങ്ങാടിപ്പുറം തരകന സ്കൂളിൽ പഠിച്ചിരുന്നത്. അത് സമൂഹത്തിൻ്റെ ഇടയിൽ വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും സൃഷ്ടിച്ചപ്പോൾ അതിനെ ധീരമായി നേരിടാൻ കട്ടിലശ്ശേരിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അതുവരെ തരകൻ സ്കൂളിൽ ഹൈന്ദവ രീതിയിലുള്ള ഒരു പ്രാർത്ഥനയാണ് സാധാരണ രാവിലെ തന്നെ ചൊല്ലിയിരുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു മുസ്ലിം പെൺകുട്ടി ചേർന്നിട്ടുണ്ട് എന്ന് അറിവ് കിട്ടിയതോടു കൂടിയിട്ട് അവിടുത്തെ അധികാരികൾ മതനിരപേക്ഷമായിട്ടുള്ള ഒരു പ്രാർത്ഥനാഗീതം വരെ ഉണ്ടാക്കി. കേരളത്തിൽ തന്നെ ആദ്യത്തെ മദ്രസ പ്രസ്ഥാനം തുടങ്ങുന്നത് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ ഒരു ഡയറക്ടറിൽ ആ വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് മദ്രസ ഒറ്റയ്ക്കില്ല, സ്കൂളിലാണ് പഠനം, മതപഠനം. പുണപ്പ സ്കൂള് ഇപ്പാൻ്റെ സ്ഥാപനമാണ്, ഇപ്പോൾ പണിതാണ് പുണപ്പ സ്കൂൾ നാറാണത്ത്. ഞങ്ങളമ്മാൻ്റെ അഞ്ചത്തിനെ വങ്കട്ടക്കാരോർക്ക് കല്യാണം ചെയ്ത കാരനായിട്ട് ഇപ്പം പിന്നെ ഇളയച്ചനല്ല നിലക്ക് തീര് കൊടുത്തു. VM ഹാജി മെമ്മോറിയൽ എന്നാണ് കൊടുത്തിരുന്നത്. അത് അവർ നേരെ ജ്യേഷ്ഠനും അഞ്ചനും ബന്ധുക്കാരെന്നുള്ളത് എനിക്ക് അങ്ങനത്തെ പേര് വേണ്ടാന്ന് പറഞ്ഞിട്ടാണ്ട് കൊടുത്തതാണ്. പേര് ഖദീജ, വയസ്സ് 89, 8ാം തരം വരെ പഠിക്കും പുണർപ്പ സ്കൂൾ. യാതൊരു തരത്തിലുള്ള ഫീസും വാങ്ങാതെയാണ് കുട്ടികളെ പഠിപ്പിച്ചിരുന്നതും, മലയാളത്തിലാണ് പഠിപ്പിച്ചിരുന്നതും. മുസ്ലിം വിഭാഗത്തിൽ തന്നെ ഒരു വിഭാഗം മലയാളം പഠിക്കാൻ പാടില്ല, ആര്യനെഴുത്ത് പഠിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു കാലഘട്ടമായിരുന്നു അത്. അതുകൊണ്ടാണ് ഈ സമൂഹം ഇത്രയും മതപ്പതിച്ചു പോയത് എന്നാണ് ഇപ്പോൾ ഉള്ള പഴയകാല ആളുകൾ മനസ്സിലാക്കിയിരുന്നത്. അതിൽ കാലങ്ങൾക്ക് ശേഷം പിന്നെ മറ്റു പല മുസ്ലിം കുട്ടികളും വിദ്യാഭ്യാസ രംഗത്തും മദ്രസ പഠന രംഗത്തും വരാൻ തുടങ്ങുകയും ഓത്തുപള്ളികൾ സ്ഥാപിക്കുകയും ചെയ്തൊരു കാലഘട്ടമാണ് അന്ന് കടന്നു പോന്നിരുന്നത്. ബ്രിട്ടീഷുകാർ അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് കിട്ടിയത് ഒരു വലിയ പത്തായം നിറയെ പുസ്തകങ്ങളായിരുന്നു. ഈ പുസ്തകം അല്ലെങ്കിൽ അറിവ് എന്നത് ആയുധമാണ് എന്ന് തിരിച്ചറിഞ്ഞ അധികാരികളാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം അറിവ് പ്രസരിപ്പിക്കുന്നതിനെ തടയാനായിട്ട് ശ്രമിച്ചിരുന്നത്. മലബാറിൻ്റെ വിദ്യാഭ്യാസ രംഗത്ത് ഒരു മുഖച്ഛായ മാറ്റം തന്നെ ഉണ്ടാക്കാൻ കട്ടിലശ്ശേരിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ജീവിതത്തിലും പൊതുജീവിതത്തിലും അദ്ദേഹം മതനിരപേക്ഷമായ ഇസ്ലാമിന് വേണ്ടിയിട്ടാണ് നിലകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അയൽക്കാരനും സ്ഥലത്തെ ധനാഢ്യനുമായിരുന്ന ഐദുർ ഹാജി അദ്ദേഹത്തിൻ്റെ വീടിന് മുന്നിൽ കൂടി സാധാരണക്കാർ പോകുമ്പോൾ മുണ്ടിൻ്റെ മടിക്കുത്ത് അഴിച്ചിടണമെന്നൊരു നിബന്ധന വെച്ചിരുന്നു. അതേപോലെ തന്നെ മതപരമായ കാര്യത്തിലും അദ്ദേഹത്തിന് കടുംപിടുത്തങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെ കട്ടിലശ്ശേരി എതിർത്തു. അതുകൊണ്ട് ഇങ്ങനെ എതിർപ്പ് രൂക്ഷമായപ്പോൾ കട്ടിലശ്ശേരി സ്വയം പ്രഖ്യാപിച്ചു, ഇനി ഇദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള പള്ളിയിൽ പോകുന്നില്ല. അതിനുശേഷം പ്രാർത്ഥനയും നമസ്കാരവും എല്ലാം വീടിനകത്ത് തന്നെ ആയിരുന്നു എന്ന് ഐഷക്കുട്ടി ഉമ്മ ഇപ്പോഴും ഓർമ്മിക്കുന്നുണ്ട്. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് മലബാർ ജില്ലയിലെ ഖിലാഫത്ത് പ്രസിഡന്റായിരിക്കുമ്പോൾ കട്ടിലശ്ശേരി മൗലവിയായിരുന്നു ജനറൽ സെക്രട്ടറി. കുറേ അധ്യാപകന്മാർക്ക് ജോലി നൽകാനും കുറേ സ്ഥാപനങ്ങളെ
മലബാർ ഭാഗത്ത് വരാനും കാര്യമായ പരിശ്രമം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ വാപ്പാക്ക് 6 മക്കളാണ്. 4 പെണ്ണുങ്ങളും 2 ആണുങ്ങളും. മൂത്തത് ആയിഷ, രണ്ടാമത് ഫാത്തിമ, 3 ഖദീജ, 4 സുലൈഖ, അബ്ദുള്ള, അബ്ദുൽ അസീസ്. ആമകൾ 2 ആളും മരിച്ചുപോയി. അബ്ദുള്ള, അബ്ദുൽ അസീസ്, ആയിഷ, ഫാത്തിമ, ഖദീജ, സുലൈഖ എല്ലാവരും മരിച്ചു. ഞാനും ഫാത്തിമയുണ്ട്. തൻ്റെ ജീവിതത്തിലും സാമൂഹ്യ പ്രവർത്തനത്തിലും ഉടനീളം കട്ടിലശ്ശേരി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം, അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു കാര്യം മാപ്പിള ഔട്ട്റേജിയസ് ആക്ടിനെ നിർവീര്യപ്പെടുത്തുക എന്നതാണ്. 1887 മാർച്ച് 23 വള്ളുവനാട് താലൂക്കിലെ പുഴക്കാട്ടേരിയിൽ പറമ്പോട്ടത്ത് കരുണാകരമേനോൻ്റെയും മുതൽപുരയേടത്ത് നാരായണി അമ്മയുടെയും മകനായി MP നാരായണമേനോൻ ജനിച്ചു. കോട്ടയ്ക്കലിനടുത്തുള്ള ക്ലാരി എന്ന സ്ഥലത്താണ് മുതൽപുരയേടത്ത് കുടുംബത്തിൻ്റെ മൂലസ്ഥാനം. നാട്ടുരാജാക്കന്മാരുടെ നികുതി പിരിവുകാരായിരുന്നു ഇവർ. മുതൽ പിരിക്കുന്നയിടത്ത് എന്ന് ലോപിച്ചാണ് മുതൽപുരയിടത്ത് എന്ന പേര് വന്നത്. മുതൽപുരയേടത്ത് കുടുംബം 2ആയി പിരിഞ്ഞു. ഒരു ഭാഗം രാമനാട്ടുകരയ്ക്കും ഒരു ഭാഗം പുഴക്കാട്ടേരി പഞ്ചായത്തിലുള്ള കടുങ്ങപ്പുറത്തേക്ക് മാറുകയും ചെയ്തു. പിന്നീട് വിദ്യാഭ്യാസം സംബന്ധിച്ച പ്രശ്നങ്ങൾ കാരണം MP നാരായണമേനോനും കുടുംബവും അങ്ങാടിപ്പുറത്തേക്ക് താമസം മാറുകയും ചെയ്തു. പ്രാഥമിക വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യം മാത്രമുണ്ടായിരുന്ന വള്ളുവനാട്ടിൽ നിന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിനായി MP നാരായണമേനോൻ പോയത് കൊല്ലങ്കോട് രാജാസ് ഹൈസ്കൂളിലേക്കായിരുന്നു. കൊല്ലങ്കോട് രാജാവ് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരായിരുന്നു. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനികൾക്ക് അനുകൂലമായിരുന്നു. അന്നത്തെ കാലത്ത് രാജകുടുംബങ്ങൾ മുഴുവൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അനുകൂലമായിരുന്നു. ഈ വ്യത്യസ്ത നിലപാട് അയാളെടുത്തതുകൊണ്ട് ഈ എല്ലാവർക്കും അയാളുടെ അഭയസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞു. അദ്ദേഹം കോവിലകത്ത് സംഗീതം, നൃത്തം, കഥകളി, അതുപോലെ ഓട്ടംതുള്ളൽ തുടങ്ങിയ കലാരൂപങ്ങൾ സൗജന്യമായി പഠിപ്പിച്ചിരുന്നു. MP നാരായണമേനോനും കഥകളി അവിടെ വെച്ച് അഭ്യസിച്ചിട്ടുണ്ട്. മദ്രാസ് ക്രിസ്ത്യൻ കോളേജിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ തന്നെ MP നാരായണമേനോൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിൻ്റെ നയങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ അറിയിച്ചിരുന്നു. തുർക്കി തൊപ്പിയും മുസ്ലിങ്ങൾക്ക് സമാനമായിട്ടുള്ള വസ്ത്രവും ധരിച്ച് കോളേജിലെത്തിയ MP-യോട് ഒരു പ്രൊഫസർ ചോദിച്ചിരുന്നു, താങ്കൾ എന്തുകൊണ്ടാണ് മറ്റു വിഭാഗത്തിൻ്റെ വസ്ത്രം ധരിക്കുന്നതെന്ന്. MP ഉടനെ നൽകിയ മറുപടി എന്തെന്നാൽ, ഇവിടുത്തെ ഭൂരിഭാഗ വിദ്യാർത്ഥികളും യൂറോപ്യന്മാരുടെ വസ്ത്രമാണല്ലോ ധരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തുകൊണ്ട് മറ്റു വസ്ത്രങ്ങൾ ധരിച്ചുകൂടാ എന്നുള്ള ചോദ്യം ഉയർത്തിയിരുന്നു. തൻ്റെ വിദ്യാഭ്യാസത്തിന് ശേഷം വക്കീൽ പ്രാക്ടീസായി തുടങ്ങിയ കാലഘട്ടത്തിൽ കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ കുടിയാൻ നിയമത്തിലെ അപാകതകളെക്കുറിച്ച് MP നാരായണമേനോൻ വളരെയധികം ബോധവാനായിരുന്നു. മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ 1920 തുടക്കം കുറിച്ച നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാന കാലഘട്ടത്തിൽ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ MP മുഴുകിയിരുന്നു. ഏറനാട് താലൂക്ക് കോൺഗ്രസ് സെക്രട്ടറി ആയിരുന്ന MP നാരായണമേനോൻ തൻ്റെ ഉറ്റ സുഹൃത്തായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരുടെ കൂടെ ഏറനാടിൻ്റെ പല ഭാഗങ്ങളിലായി യാത്ര ചെയ്തതായി CID റിപ്പോർട്ടുകൾ മദ്രാസ് ആർക്കൈവ്സിൽ നിന്നും ലഭ്യമാണ്. ഈ യാത്രകളിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഉൾപ്പെടെയുള്ള വിവിധ വ്യക്തികളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും MP നാരായണമേനോന് സാധിച്ചിരുന്നു. വള്ളുവനാട്ടിലെ പ്രമുഖ തറവാടുകളായിരുന്നു പറമ്പോട്ട് തറവാടും മുതൽപുരയേടത്ത് തറവാടും. പറമ്പോട്ട് കല്യാണിക്കുട്ടി അമ്മയാണ് MP-യുടെ ഭാര്യ. സ്വാതന്ത്ര്യ സമര സേനാനികളായ MP കുഞ്ഞിക്കണ്ണൻ മേനോനും MP ഗോവിന്ദ മേനോനും 3 സഹോദരിമാരും MP-ക്കുണ്ടായിരുന്നു. MP നാരായണമേനോന് 3 ആൺമക്കളും ഒരു പെൺമകളുമാണ് ഉണ്ടായിരുന്നത്. പെൺമകൾ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി ഒരു കോളേജിലെ പ്രിൻസിപ്പാളൊക്കെ ആയിരുന്നു. ഇപ്പോൾ മക്കളാരും ജീവിച്ചിരിപ്പില്ല. ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന സമയത്ത് വക്കീൽ ജോലി ഉപേക്ഷിച്ചു. ഇത് പറമ്പോട്ട് കുടുംബത്തിന് ഇഷ്ടമായിരുന്നില്ല. MP നാരായണമേൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, എൻ്റെ കക്ഷികളിൽ അധികവും സാമ്പത്തിക ശേഷി കുറഞ്ഞ ഹിന്ദുക്കളും കുടിയാന്മാരായ മുസ്ലിങ്ങളുമായിരുന്നു. ഇവരുടെ സങ്കടം കണ്ടപ്പോൾ കുടിയാന്മാർക്ക് വേണ്ടി ഒരു പ്രസ്ഥാനം തുടങ്ങണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. കുലീനവും സമ്പൽ സമൃദ്ധവുമായ കുടുംബത്തിൽ ജനിച്ചു വളർന്ന MP നാരായണമേനോൻ മികച്ച വിദ്യാഭ്യാസവും ജോലിയും നേടിയതിനു ശേഷം തൻ്റെ ബാല്യകാല സുഹൃത്തും സഹപാഠിയുമായ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരോടൊപ്പം പാവപ്പെട്ട കുടിയാന്മാരെ സംഘടിപ്പിച്ചുകൊണ്ട് കുടിയാൻ സംഘം രൂപീകരിച്ചു. അദ്ദേഹം ജന്മിമാരുടെ പ്രതീകമല്ല, സാധാരണക്കാരൻ്റെ, മാപ്പിളമാരുടെ വേദനകൾ അറിയുന്ന ഒരു ഹൃദയത്തിൻ്റെ പ്രതീകമാണ് എന്നുള്ളത് മാപ്പിളമാർ തിരിച്ചറിഞ്ഞത് കട്ടിലശ്ശേരിയുടെ സുഹൃത്തായ MP നാരായണമേനോൻ എന്നുള്ളൊരു മേൽവിലാസം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ടുകൂടിയാണ്.
കട്ടിലശ്ശേരി മുസ്ലിയാരെ ഹിന്ദുക്കൾ അവരുടെ കൂടെ പ്രതിനിധിയായും MP നാരായണ മേനോനെ മാപ്പിളമാർ അവരുടെ കൂടി പ്രതിനിധിയായും കണ്ടു. എല്ലാ ജനവിഭാഗത്തിൻ്റെയും പ്രതിനിധികളാണ് അവർ എന്നുള്ളൊരു തോന്നൽ അവരിലേക്ക് ജനങ്ങളെ അടുപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ MP നാരായണ മേനോനെ കട്ടിലശ്ശേരിക്ക് ഇംഗ്ലീഷ് ഭാഷ പഠിപ്പിക്കുകയും അതേപോലെ അറബി ഭാഷ MP നാരായണ മേനോനെ ചെയ്തിരുന്നു. രണ്ടുപേരും രണ്ട് ഭാഷയിലും പ്രാഗൽഭ്യം നേടുകയും ചെയ്തു. മലബാർ ദേശത്ത് ഹിന്ദു മുസ്ലിം സൗഹാർദ്ദം ഊട്ടിയുറപ്പിക്കുന്ന തരത്തിലായിരുന്നു കട്ടിലശ്ശേരിയുടെയും MP-യുടെയും ജീവിതം. മലബാറിൽ ഇന്നും ഇതര സമുദായങ്ങൾക്കിടയിൽ ആ സൗഹാർദ്ദം വളർന്നു വലുതായിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രദേശങ്ങളിൽ മതപരമായി എല്ലാ സമുദായങ്ങളും ഒത്തൊരുമിച്ച് സൗഹാർദ്ദമായി സമൂഹത്തിൽ ഇടപെടലുകൾ നടത്തുന്നത് അവരുടെ പ്രവർത്തന ഫലമായിട്ടാണ്. തെക്കേ മലബാറിലെ പ്രധാനപ്പെട്ട ജന്മിമാരൊക്കെ തന്നെ സവർണ ഹിന്ദുക്കളാണ്. അപ്പോൾ ഈ സവർണ ഹിന്ദു വിഭാഗത്തിൽ നിന്നൊരാൾ ആയിട്ടുള്ള MP നാരായണ മേനോന അദ്ദേഹത്തിൻ്റെ വീട്ടിൽ മാപ്പിളമാർക്ക് പ്രവേശനം അനുവദിച്ചിരുന്നു എന്നുള്ളതും അദ്ദേഹത്തിനൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം മാപ്പിളമാർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതുമാണ്. ആ വീട്ടിലൊരു പ്രത്യേക റൂമായിരുന്നു കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർക്ക് നമസ്കരിക്കാനും മറ്റുള്ള ഖുർആൻ പാരായണം ചെയ്യാനും എല്ലാ മതപരമായ കാര്യങ്ങൾ ചെയ്യാനും ആ റൂമിലായിരുന്നു. ആ റൂമിലേക്ക് മറ്റാർക്കും പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത്ര ഊഷ്മള ബന്ധമായിരുന്നു ഇവർ തമ്മിലുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ട് ഹിന്ദു മുസ്ലിം ഐക്യമുണ്ടായിരുന്ന ഒരു കാലഘട്ടം ഇതായിരുന്നു എന്ന് പിൽക്കാലത്ത് ചരിത്രകാരന്മാർ വിലയിരുത്തിയിട്ടുണ്ട്. മാപ്പിളമാരുടെയും മാപ്പിള കുടിയാന്മാരുടെ ഇടയിലുണ്ടായിരുന്ന ശക്തമായ സ്വാധീനത്തെ ഇവർ രണ്ടുപേരും ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തുന്നതിനുള്ള ഒരു അവസരമായിട്ട് ഉപയോഗിച്ചു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ സർവശക്തരായിട്ടുള്ള ജന്മിമാരും അതേപോലെ അധികാരികളും ഇതിനെ മുളയിലെ തന്നെ നുള്ളിക്കളയാനും ശ്രമിച്ചിരുന്നു. ഇവർ രണ്ടുപേരും തമ്മിലുള്ളൊരു സുദൃഢമായ സൗഹൃദം ഉണ്ടായി. ആ സൗഹൃദമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിസ്വരായിട്ടുള്ള ചൂഷിതരായിട്ടുള്ള സാധാരണ മാപ്പിള കർഷകരെ കോൺഗ്രസ് പോലെയുള്ള ഒരു പ്രസ്ഥാനത്തിലേക്ക് ആനയിക്കപ്പെടുന്നു. ഖിലാഫത്ത് കുടിയാൻ പ്രസ്ഥാനത്തിലേക്ക് ജനങ്ങളെ ആകർഷിക്കുന്നതോടൊപ്പം മതമൈത്രിയും പരസ്പര സ്നേഹവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യവും MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവിക്കും ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും അന്ന് കോഴിക്കോട്ട് പോയി ഗാന്ധിജിയുടെ പ്രസംഗം കേട്ടു. അതിൽ പ്രചോദിതരായി ഇവർ നാട്ടിൽ വന്ന് പള്ളികളിലും ഉത്സവ സ്ഥലങ്ങളിലും ചന്തകളിലും ഈ ആശയപ്രചരണം നടത്തി പ്രസംഗങ്ങൾ തുടങ്ങി. ഈ യാത്രകളിൽ വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഉൾപ്പെടെയുള്ള വിവിധ വ്യക്തികളെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവരാനും MP നാരായണ മേനോന് സാധിച്ചിരുന്നു. കോഴിക്കോട് വെച്ച് 1917 നടന്ന രണ്ടാം മലബാർ ജില്ലാ കോൺഫറൻസിൽ MP നാരായണ മേനോൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിനെതിരെ കോൺഗ്രസ് യുദ്ധ ഫണ്ടിലേക്ക് സംഭാവന നൽകരുതെന്ന് ആവശ്യപ്പെട്ടത് ബ്രിട്ടീഷ് പത്രങ്ങളിലടക്കം വാർത്തയായിരുന്നു. പള്ളികളും മങ്ങാടികളും ചന്തകളും കേന്ദ്രീകരിച്ചായിരുന്നു ഇവരുടെ പ്രവർത്തനം. MP നാരായണ മേനോനും കട്ടിലശ്ശേരിയും പള്ളികളിലെ നിത്യസന്ദർശകരായിരുന്നു. ഈ പ്രദേശങ്ങളിലെ മക്കരപ്പറമ്പിലെയും പുഴക്കാട്ടിരിയിലെയും ഒക്കെ പള്ളികളിൽ വെള്ളിയാഴ്ച നമാസിന് ശേഷം ഖിലാഫത്ത് വിഷയത്തെക്കുറിച്ച് അതുപോലെ തന്നെ കുടിയാൻ പ്രശ്നത്തെക്കുറിച്ചൊക്കെ സാധാരണ മനുഷ്യരെ ധൈര്യപ്പെടുത്തുന്നതിനായിട്ട് മിമ്പറിൽ കയറി പ്രസംഗിക്കുന്നു. പിന്നെ ഒന്നാം ലോക മഹായുദ്ധം കാലത്ത് ഉണ്ടായ സാമ്പത്തിക പ്രതിസന്ധി, നികുതി ഭാരം, ഇതൊക്കെ എങ്ങനെയാണ് സാധാരണക്കാരൻ്റെ നട്ടലൊടിക്കുന്നത് എന്നുള്ള സാധാരണക്കാരൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി കോൺഗ്രസിൻ്റെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക. ഈ രീതിയിലാണ് പിന്നെ ദേശീയ പ്രസ്ഥാനത്തിലേക്ക് പിന്നെ കട്ടിലശ്ശേരി മുസ്ലിയാരും MP നാരായണ മേനോനും ആളുകളെ കൊണ്ടുവരുന്നത്. ഇവരെ അക്കാലത്തെ മലബാറിലെ പോലീസ് സൂപ്രണ്ടായിരുന്ന RH ഹിച്ച്കോക്ക് ദേശാടനക്കാരായ ഉപദേശികൾ അല്ലെങ്കിൽ ഇറ്റിനറൻ്റ് പ്രീച്ചേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. പള്ളികളെ മതസൗഹാർദ്ദത്തിൻ്റെ പ്രതീകമാക്കി മാറ്റുന്നതിൽ ഒരു വലിയ സന്ദേശം നൽകിയ ഒരു കാലഘട്ടമായിരുന്നു ഖിലാഫത്ത് നിസ്സഹകരണ കാലഘട്ടം. മലബാറിൻ്റെ ആസ്ഥാനമായ മലപ്പുറത്ത് ദക്ഷിണാഫ്രിക്കയിൽ പോരാട്ടം നയിക്കുന്ന ഗാന്ധിയെ സഹായിക്കാൻ വേണ്ടി ഒരു നിധി രൂപീകരിച്ച ഒരു രേഖ നമുക്ക് പുരാരേഖകളിൽ നിന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തെ സഹായിക്കണമെന്ന് മലപ്പുറത്തെ ആളുകൾക്ക് തോന്നിയത് ആ ഒരു തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ്. നമ്മുടെ ഗ്രാമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ പ്രതിരൂപങ്ങൾ ഉണ്ടായി എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആ പ്രതിരൂപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് ഗാന്ധി തൊപ്പി ധരിക്കുക എന്നുള്ളത് തന്നെയാണ്. ആ തൊപ്പി ധരിച്ചുകൊണ്ട് 1920കളിൽ നടത്തിയ ഗാന്ധിയന്മാരുടെ മുന്നേറ്റം സ്കൂളുകളിലും ചെറുപ്പക്കാരിലുമൊക്കെ വലിയ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. 1920 ഗാന്ധി നിസ്സഹകരണ സമരം ആരംഭിച്ചതിന് ശേഷം മലബാറിൽ ഒരു വലിയ അടിത്തറ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ജനസംഖ്യയിൽ ഗണ്യമായ പ്രാതിനിധ്യമുള്ള എറണാട്, വള്ളുവനാട്, പൊന്നാനി താലൂക്കുകളിലെ മാപ്പിളമാരുടെ പിന്തുണ
അതിനനിവാര്യമാണ് എന്ന അവസ്ഥ ഉണ്ടായി. ഏറനാട് വള്ളുവനാട് താലൂക്കുകളിൽ വേരുകളുള്ള കോൺഗ്രസ് നേതാക്കൾ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഒരു അനിവാര്യതയായി വന്നു. ആ ഒരു ഇടത്തിലേക്കാണ് MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുസ്ലിയാരും കടന്നു വരുന്നത്. മഞ്ചേരി കോൺഗ്രസ് സമ്മേളനത്തിന് മുമ്പായി 4 സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്. അത്തരം സമ്മേളനങ്ങളിൽ പലപ്പോഴും കുടിയാന്മാരുടെ പ്രശ്നം ആരും തന്നെ ഏറ്റെടുക്കുകയോ പറയുകയോ ചെയ്തില്ല. അതിൽ കട്ടിലശ്ശേരിക്കും MP-ക്കും വളരെയധികം വിഷമവും ഉണ്ടായിരുന്നു. ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഫലമായിട്ട് ഇവിടെ സ്വാതന്ത്ര്യം ലഭിക്കും എന്നും അല്ലെങ്കിൽ അത് ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ടുള്ള ഒരു സമരമാണ് എന്നുകൂടി വന്നപ്പോൾ ഒരുപാട് കർഷക തൊഴിലാളികൾ ഇതിൽ ചേർന്നു. ഇങ്ങനെ ഈ കർഷക തൊഴിലാളികളുടെ എല്ലാം കുടിയാന്മാരുടെ എല്ലാം ശക്തി നമ്മൾ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ച 1920 മഞ്ചേരി സമ്മേളനത്തിലാണ്. മഞ്ചേരി സമ്മേളനമാണ് മലബാറിലെ കർഷകരെ ആദ്യമായിട്ട് അഖിലേന്ത്യാ തലത്തിൽ തന്നെ ശ്രദ്ധേയരാക്കുന്നത്. ഓരോ ദിവസവും ഇവിടെ ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ എല്ലാം പലപ്പോഴും അത് ഇംഗ്ലീഷിലായിരിക്കും. അത് മുഴുവനും തന്നെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് MP-യും കട്ടിലശ്ശേരിയും അപ്പോൾ തന്നെ ഈ ലഘുലേഖകൾ വിതരണം നടത്തുകയുണ്ടായിട്ടുണ്ട്. ഏതാണ്ട് 3000-ഓളം പ്രതിനിധികൾ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് പകുതിയോളം വരുന്നവർ തീർച്ചയായിട്ടും ഈ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും സാധാരണ പങ്ക് കൃഷിക്കാരായ മാപ്പിളമാരായിരുന്നു. ചേറ് മണക്കുന്ന മാപ്പിളമാരെന്നാണ് മഞ്ചേരി രാമയ്യർ അവരെക്കുറിച്ച് പറഞ്ഞത്. ഈ ചേറ് മണക്കുന്ന മാപ്പിളമാർ ദേശീയ പ്രസ്ഥാനത്തിലേക്കും കോൺഗ്രസ്സിലേക്കും അതുപോലെ തന്നെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിലേക്കും നിസ്സഹകരണ പ്രസ്ഥാനത്തിലേക്കും കുടിയായ്മ പ്രസ്ഥാനത്തിലേക്കും ഒക്കെ ശക്തമായിട്ട് ആനയിച്ച് കൊണ്ടുവരുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച 2 പേരാണ് MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുസ്ലിയാരും. ആനി ബസന്റിന്റെ നേതൃത്വത്തിൽ 1917 മഞ്ചേരിയിൽ നടന്ന സമ്മേളനത്തിൽ കുടിയാൻ ബില്ല് കൊണ്ടുവന്നെങ്കിലും സവർണ വിഭാഗം അതിനെ എതിർത്തു. എന്നാൽ MP നാരായണ മേനോന്റെയും കട്ടിലശ്ശേരിയുടെയും പ്രവർത്തന ഫലമായി അവിടെ എത്തിച്ചേർന്ന സാധാരണക്കാരായ കുടിയാന്മാരുടെ പ്രതിഷേധത്തെ തുടർന്ന് കുടിയാൻ ബില്ല് പാസാക്കാൻ അവർ നിർബന്ധിതരായി. ഖിലാഫത്ത് നിസ്സഹകരണ സമരകാലത്ത് നടക്കുന്ന പൊതുയോഗങ്ങളിൽ വലിയ ആൾക്കൂട്ടങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മാപ്പിളമാരായിരുന്നു ഏറിയ പങ്കും ഉണ്ടായിരുന്നത്. മാപ്പിളമാരെ സംബന്ധിച്ചിടത്തോളം പള്ളിയിലെ ബാങ്ക് വിളി ആളുകളെ ഒരു സ്ഥലത്ത് ഒരുമിച്ച് എത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു. എല്ലാ കാലഘട്ടത്തിലും ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ക്രൗഡ് പുള്ളർ എന്ന് പറഞ്ഞാൽ ഗാന്ധിയാണ്. അപ്പോൾ ഗാന്ധി എവിടെയുണ്ടോ അവിടെ ആൾക്കൂട്ടമുണ്ട് എന്നുള്ളതായിരുന്നു ദേശീയ പ്രസ്ഥാന കാലത്തെ ഒരു പ്രധാന കാഴ്ച. കോൺഗ്രസ് എന്നാൽ ആൾക്കൂട്ടമാണെന്ന തിരിച്ചറിവ് ബ്രിട്ടൻ ഉണ്ടാവുകയും എണ്ണത്തിൽ കുറവായ തങ്ങൾക്ക് ഈ ആൾക്കൂട്ടത്തെ അതിജയിക്കാനാവില്ല എന്നും ബ്രിട്ടീഷ് ഗവൺമെന്റിന് തോന്നുകയും ചെയ്തു. ബ്രിട്ടീഷ് ഗവൺമെന്റിന് ഉണ്ടായിരുന്ന ഈ ആൾക്കൂട്ട പേടി ഖിലാഫത്ത് നിസ്സഹകരണ സമരത്തെ കർശനവും നിർദ്ദയവുമായ മാർഗങ്ങൾ ഉപയോഗിച്ച് അടിച്ചമർത്തുന്നതിന് അവരെ പ്രേരിപ്പിച്ചു. ഇത് പിന്നീട് മലബാർ കലാപം എന്ന വലിയൊരു പൊട്ടിത്തെറിയിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടുചെന്നെത്തിക്കുകയായിരുന്നു. 1-ാം ലോകമഹായുദ്ധ കാലഘട്ടത്തിൽ ദൂരദേശങ്ങളിൽ യുദ്ധം ചെയ്യാൻ വേണ്ടി ചെറുപ്പക്കാരെ റിക്രൂട്ട് ചെയ്യുക എന്ന് പറയുന്നത് അന്ന് ഗ്രാമങ്ങളിലും നഗരങ്ങളിലും നടന്നിരുന്ന പ്രധാനപ്പെട്ട പ്രക്രിയയാണ്. ദൂരദേശങ്ങളിൽ പോയി യുദ്ധവേദികളിൽ പങ്കെടുത്തുകൊണ്ട് നിരവധിയായ മനുഷ്യരെ കണ്ടുകൊണ്ട് രാജ്യങ്ങൾ കണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാരൻ്റെ ശക്തിയും ശക്തിയില്ലായ്മയും മനസ്സിലാക്കി നാടു വിട്ട് ദൂരദേശങ്ങളിൽ പട്ടാളത്തിൽ സേവനമനുഷ്ഠിച്ച് ജോലി നഷ്ടപ്പെട്ട് തിരിച്ചു വരുന്ന ആളുകൾ നമ്മുടെ മലബാർ മേഖലയിൽ ധാരാളമായി ജനങ്ങൾക്കിടയിൽ ജീവിച്ചിരുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ ദേശീയബോധം ഉൾക്കൊണ്ട ഒരു പുതിയ തലമുറ ഉണ്ടായി എന്ന് 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തോടുകൂടി നമുക്ക് സൂക്ഷ്മ അന്വേഷണത്തിൽ മനസ്സിലാവും. മലബാറിൻ്റെ ഓരോ ഗ്രാമങ്ങളിലും ഖിലാഫത്ത് പ്രസ്ഥാനവും കോൺഗ്രസ് പ്രസ്ഥാനവും കുടിയാന്മാരെ സഹായിക്കുന്ന സംഘങ്ങളും പ്രചരിച്ചു വന്നത് ഗ്രാമങ്ങളുടെ രാഷ്ട്രീയ മുന്നേറ്റത്തിനും രാഷ്ട്രീയവൽക്കരണത്തിനും ഒരു പ്രധാനപ്പെട്ട കാരണമായി മാറി. പട്ടാളത്തിലേക്കും റിക്രൂട്ട്മെൻറ്റുകൾ ധാരാളമായി നടക്കാൻ തുടങ്ങിയത് 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലും 20-ാം നൂറ്റാണ്ടിലുമാണ്. ലോകത്ത് എങ്ങനെയാണ് കോളനി വാഴ്ചയും അതിനെതിരെയുള്ള പ്രതികരണങ്ങളും നടക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കി ഈ പട്ടാളക്കാർ കൂട്ടമായി 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം നാട്ടിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി. ഹിന്ദു വിഭാഗത്തിലും മുസ്ലിം വിഭാഗത്തിലും പെട്ട മുൻ പട്ടാളക്കാരായ ആളുകൾ ഈ കലാപങ്ങളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാക്കിക്കൊണ്ട് അതിന് നേതൃത്വം കൊടുത്തു. 1921 കലാപത്തിൻ്റെ അച്ചടക്കവും ഒതുക്കവും കൂട്ടിയുള്ള തീരുമാനപ്രകാരമുള്ള മുന്നേറ്റവും സാധ്യമായത് ഈ പട്ടാളക്കാരുടെ നേതൃത്വമുള്ളതുകൊണ്ടാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇങ്ങനെ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഈ MP-ക്ക് എതിരായിട്ടും കട്ടിലശ്ശേരിക്ക് എതിരായിട്ടും അറസ്റ്റ് വാറണ്ടുകൾ ഉണ്ടാകുന്നത്. കുടിയാന്മാർക്ക് വേണ്ടിയുള്ള പ്രസ്ഥാനം തുടങ്ങിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി മുന്നോട്ട് പോകുമ്പോൾ നാരായണ മേനോനെ ബ്രിട്ടീഷ് സർക്കാർ ഒരു നോട്ടപ്പുള്ളിയായി
വെച്ചു. 1921 ഓഗസ്റ്റ് മാസത്തിൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് മാപ്പിള ആക്ട് എന്ന കരിനിയമം ഉപയോഗിച്ചുകൊണ്ട് 24 വ്യക്തികളെ അറസ്റ്റ് ചെയ്ത് കോയമ്പത്തൂർ ജയിലിലേക്ക് നാടുകടത്താൻ തീരുമാനിച്ചിരുന്നു. ആ തയ്യാറാക്കി വെച്ച പട്ടികയിൽ ഏറ്റവും അഗ്രസ്ഥാനത്ത് ആദ്യമായി സൂചിപ്പിച്ചിരിക്കുന്ന പേര് ഒരു ഹിന്ദു സമുദായത്തിൽപ്പെട്ട MP നാരായണ മേനോൻ്റെ പേരാണ്. ബ്രിട്ടീഷ് രാജാവിനെതിരെ യുദ്ധം ചെയ്തു, അഥവാ വേജിംഗ് വാർ അഗെയിൻസ്റ്റ് ദ കിങ്. ഇന്ത്യൻ പീനൽ കോഡ് 121 പ്രകാരം രാജാവിനെതിരെ യുദ്ധം ചെയ്തു എന്ന കുറ്റം ചുമത്താൻ ബ്രിട്ടീഷ് ഭരണകൂടം തീരുമാനിച്ചു. ആ MP നാരായണ മേനോൻ്റെ പേരിന് ചേർത്തുകൊണ്ട് അവർ എഴുതി വെച്ച വാക്ക് ദ മോസ്റ്റ് കൺഫേംഡ് എനിമി എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനമായും തിട്ടപ്പെടുത്തപ്പെട്ട ഒരു ശത്രു എന്ന പേരിലാണ് അദ്ദേഹത്തിൻ്റെ പേര് സൂചിപ്പിച്ചു വച്ചിരിക്കുന്നത്. അറസ്റ്റ് ചെയ്യുന്ന സമയത്തിന് മുമ്പേ ഈ മലബാറിൽ പട്ടാള നിയമം പ്രഖ്യാപിച്ചു. അദ്ദേഹം ഇതിനു മുൻപ് യാതൊരു കുറ്റവും ചെയ്തിട്ടില്ല. ജനകീയ നേതാവാണ്. ജനങ്ങളെ സംഘടിപ്പിക്കുവാൻ നേതൃത്വം കൊടുക്കുന്നു. ഇസ്ലാമിക വിഭാഗത്തിലും ഹിന്ദു വിഭാഗത്തിലും ഒരുപോലെ സ്വാധീനമുണ്ടാക്കിയ ആളാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ ഏറനാട് താലൂക്കിലും തെക്കൻ മലബാറിലും സ്വാധീനമുള്ള നേതൃത്വം വഹിക്കുന്ന ആളാണ്. ഈ കാരണങ്ങൾ കൊണ്ടാണ് അദ്ദേഹത്തെ ബ്രിട്ടീഷ് പോലീസ് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രുവായി പട്ടികപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. മാപ്പിള ഔട്ട്റേജസ് ആക്ട് എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള ഒരു നിയമനിർമ്മാണ വഴിയാണ് ഈ കലാപത്തിൽ പങ്കെടുത്ത മാപ്പിളമാരെ സർക്കാർ ശിക്ഷിക്കുന്നത്. ഈ 2 വ്യക്തികളെയും അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉത്തരവ് പോലും ഒരുമിച്ച് ഒറ്റ ഓർഡറായിട്ടാണ് വരുന്നത്. വാര്യംകുന്നത്ത് കുഞ്ഞഹമ്മദാജിയുടെ കൂടെ സമരം പൊട്ടിപ്പുറപ്പെട്ട് 4-ാം നാൾ തന്നെ മഞ്ചേരി വെച്ച് ജനങ്ങളെ അഭിസംബോധന ചെയ്തിരുന്നു. MP നാരായണ മേനോനെ അറസ്റ്റ് ചെയ്യാനുള്ള പ്രധാന കാരണവും വാര്യംകുന്നൻ്റെ കൂടെ ഉണ്ടായിരുന്ന പ്രസംഗമായിരുന്നു. 1921 സെപ്റ്റംബർ 10-നാണ് MP നാരായണ മേനോനെ പോലീസ് പിടികൂടുന്നത്. MP നാരായണ മേനോൻ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രിട്ടീഷുകാരുടെ തലവേദനയാണ് എന്ന് നമ്മുടെ പുരാരേഖകൾ വ്യക്തമായി സൂചിപ്പിക്കുന്നുണ്ട്. ഈ പുരാരേഖകളെല്ലാം ബ്രിട്ടീഷുകാരുടെ രേഖകളാണ്. മാപ്പിള ഔട്ട്റേജസ് ആക്ട് പ്രകാരം ശിക്ഷിക്കപ്പെടുന്ന ഒരേ ഒരു ഹിന്ദു എന്ന് പറയുന്നത് MP നാരായണ മേനോനാണ് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. MP നാരായണ മേനോനെ 1921 സെപ്റ്റംബർ 10-ാം തീയതി മഞ്ചേരി കച്ചേരിപ്പടിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. അറസ്റ്റ് ചെയ്തിട്ട് തിരൂർക്ക് കൊണ്ടുപോകാനാണ് പരിപാടി. കഴുത്തിലും കാലിലും ഒക്കെ കയറ് കെട്ടി ബന്ധനസ്ഥനാക്കിയിട്ടാണ് അദ്ദേഹത്തെ നടത്തിക്കുന്നത്. കാൽനടയായി മലപ്പുറത്ത് എത്തിച്ച് മലപ്പുറത്ത് ഇന്നത്തെ കളക്ട്രേറ്റിന് മുന്നിൽ ഒരു രാത്രി മുഴുവൻ അദ്ദേഹത്തെ പ്രദർശിപ്പിച്ചു. നാട്ടുകാരോട് ഞങ്ങളോട് കളിച്ചാൽ ഇങ്ങനെ ആയിരിക്കും ബലം എന്ന് ബോധിപ്പിക്കാനാണ് ബ്രിട്ടീഷ് സർക്കാർ ഇങ്ങനെ ചെയ്തത്. ആ രീതിയിലുള്ള അതിഭീകരമായ പീഡനമുറകളായിരുന്നു അന്നത്തെ കലക്ടർ തോമസും അതുപോലെയുള്ള ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥന്മാരും ആമ സൂപ്രണ്ടും ഒക്കെ MP നാരായണ മേനോനോടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സമരകാലഘട്ടത്തിൽ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിച്ചിരുന്നത് തിരൂർ കേന്ദ്രീകരിച്ചായിരുന്നു. ആലി മുസ്ലിയാരെ അറസ്റ്റിന് ശേഷമായിരുന്നു തടവുകാരെ അടഞ്ഞ വാഗണുകളിൽ മദ്രാസ് പ്രവിശ്യയിലെ പല ജയിലുകളിലേക്കും കൊണ്ടുപോയിരുന്നത്. തിരൂരിൽ നിന്നും MP നാരായണ മേനോനെയും സമാനമായി ആദ്യം കണ്ണൂർ സെൻട്രൽ ജയിലിലേക്കും പിന്നീട് കോയമ്പത്തൂർ ജയിലിലേക്ക് അടഞ്ഞ വാഗണിലുമാണ് കൊണ്ടുപോയിരുന്നത്. ഇത്തരത്തിൽ കൊണ്ടുപോയിരുന്ന വേളയിലാണ് വാഗൺ നരഹത്യ നടന്നത്. കോയമ്പത്തൂർ സെൻട്രൽ ജയിലിൽ വിചാരണ തടവുകാരനായി മാസങ്ങളോളം MP തടവിൽ കഴിഞ്ഞു. ബ്രിട്ടീഷ് ഭരണകൂടം MP-യെ അന്യായമായി തടങ്കിൽ വെച്ചത് പല പത്രങ്ങളിലും വാർത്തയായി വന്നു. ഫാൽക്കൺ ബാഷിൻ്റെ നേതൃത്വത്തിൽ MP-യുടെ കേസിൻ്റെ വിചാരണ ആരംഭിക്കുകയും രാജാവിനെതിരെ യുദ്ധം ചെയ്തെന്ന കുറ്റത്തിൽ ജീവപര്യന്തം നാടുകടത്താൻ 1922 സെപ്റ്റംബർ മാസം ജഡ്ജി ശിക്ഷ വിധിക്കുകയും ചെയ്തു. മുൻപ് പലതരത്തിലുള്ള കേസുകളിൽപ്പെട്ട 2 തടവുകാരാണ് MP നാരായണ മേനോനെതിരെ കള്ളസാക്ഷി പറഞ്ഞത്. MP നാരായണ മേനോന് അനുകൂലമായി ഒരു മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള വ്യക്തി സാക്ഷി പറഞ്ഞിരുന്നെങ്കിലും അത് ഭരണകൂടം മുഖവിലക്കെടുത്തിരുന്നില്ല. പറമ്പോട്ട് കുടുംബാംഗങ്ങൾ നാരായണമേൻ്റെ ഭാര്യയെ സമീപിച്ച് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരാൻ ആവശ്യപ്പെട്ടു. നാരായണമേൻ്റെ അനിയന്മാരായ കുഞ്ഞിക്കണ്ണമേനും ഗോവിന്ദമേനനും ഈ നാരായണമേൻ്റെ ഭാര്യയെ ചെന്ന് കണ്ട് ഭാവി പരിപാടികൾ എന്താണ് എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞത്, ശിഷ്ടജീവിതം ഞാനും എൻ്റെ കുട്ടികളും നിങ്ങളുടെ കൂടെ ജീവിക്കാനാണ് തീരുമാനിച്ചത് എന്ന് പറഞ്ഞു. നാരായണ മേനോന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു അവർ അതുകൊണ്ട് ചെയ്തത്. കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാരാണെന്ന് വെച്ചാൽ ഈ ബ്രിട്ടീഷ് പോലീസുകാരുമായി ഏറ്റുമുട്ടിയിരുന്നു. അതുകൊണ്ട് കട്ടളശ്ശേരി മുഹമ്മദ് മുസ്ലിയാരെ
അറസ്റ്റ് ചെയ്ത് കൊല്ലുവാനാണ് ബ്രിട്ടീഷ് സർക്കാർ തീരുമാനിച്ചത്. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ കാലത്ത് വീട് കൊള്ളയടിക്കാൻ വേണ്ടി ഒരു 400 പട്ടാളം വീട്ടിൽ വന്നു. അതേസമയം ഞങ്ങളെ വളർത്തുമ്മ എന്ന് പറയുന്ന ആമിനമ്മ വീട്ടിലുണ്ടായിരുന്നു. മുഹമ്മദ് എവിടെ എന്ന് ചോദിച്ചപ്പോൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വാപ്പ മുറ്റത്ത് നിൽപ്പുണ്ട്. അതേസമയം വാപ്പ അവിടുന്ന് ഒളിവിൽ പോയി. ഇങ്ങനെ അവർ തിരിച്ചു പോണ സമയത്ത് നാറാണത്ത് പീടികയിൽ കൊരായിൽ നിൽപ്പുണ്ടായിരുന്നു വാപ്പ. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ഫ്രഞ്ച് അധിനിവേശ സ്ഥലമായ പോണ്ടിച്ചേരിയിലേക്ക് പോയി. അദ്ദേഹം 14 കൊല്ലവും പോണ്ടിച്ചേരിയിൽ ഒളിവിൽ കഴിയുകയായിരുന്നു. പോണ്ടിച്ചേരിയിൽ അദ്ദേഹം വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെ ഒരു സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് ഇന്നുമുണ്ട്. 1921 മുതൽ 1934 വരെ 14 വർഷത്തോളമാണ് MP നാരായണ മേനോൻ ജയിൽ ശിക്ഷ അനുഭവിച്ചത്. മദ്രാസ് സെൻട്രൽ ജയിൽ, കോയമ്പത്തൂർ സെൻട്രൽ ജയിൽ, വെല്ലൂർ സെൻട്രൽ ജയിൽ എന്നിവിടങ്ങളിലായിരുന്നു ശിക്ഷ പൂർത്തിയാക്കിയത്. MP നാരായണ മേനോനെ രാഷ്ട്രീയ തടവുകാരനായല്ല, മറിച്ച് ഒരു സാധാരണ തടവുകാരനായാണ് ആദ്യകാലങ്ങളിൽ പരിഗണിച്ചിരുന്നത്. ആദ്യ കാലഘട്ടത്തിൽ മദ്രാസ് ജയിലിലെ പ്രസ്സിലായിരുന്നു MP നാരായണ മേനോൻ ജോലിയെടുത്തിരുന്നത്. പ്രസ്സിൽ തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെ MP നിരന്തരം ശബ്ദമുയർത്തിയിരുന്നു. ജയിലിൽ രാവിലെ പ്രഭാത ഭക്ഷണത്തിന് മുൻപായി യോഗ ചെയ്യുകയും ജോലിക്ക് ശേഷം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. സംസ്കൃത ഭാഷയും പാശ്ചാത്യ തത്വശാസ്ത്രവുമെല്ലാം കൃത്യമായി പഠനവിധേയമാക്കി. ഈ പഠിച്ച സംസ്കൃത ഭാഷയും മറ്റും സഹതടവുകാരെ പഠിപ്പിക്കുന്നതിലും MP പ്രത്യേകം ശ്രദ്ധിച്ചു. ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, തമിഴ് തുടങ്ങിയ ഭാഷകൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്രമായും ജയിലിനെ MP മാറ്റിയെടുത്തു. മദ്രാസ് പ്രവിശ്യയിലെ പല ജയിലുകളിലായി തടവിൽ കഴിയുന്ന മലബാർ സമര തടവുകാരെ കാണുവാൻ AR നാപ്പിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം കോയമ്പത്തൂർ ജയിൽ സന്ദർശിച്ച വേളയിൽ മാപ്പിള ആക്ട് പ്രകാരം മുസ്ലിം അല്ലാത്ത തന്നെ ഇത്തരത്തിലാണ് ബന്ധനസ്ഥനാക്കുക എന്ന MP ചോദ്യം ഉന്നയിച്ചിരുന്നു. മാപ്പിള ആക്ട് ചുമത്തി MP നാരായണ മേനോനെ അന്യായമായി തടവിൽ വെക്കുന്നത് നിയമപരമായി സാധുതയില്ലെന്ന് ബ്രിട്ടീഷ് ഭരണകൂടത്തിന് മനസ്സിലായി. MP നാരായണ മേനോൻ 1929 വരെ സാധാരണ തടവുകാരനായി പരിഗണിച്ചതിനാൽ ജയിൽ ജീവിത കാലഘട്ടത്തിൽ വളരെയധികം പ്രശ്നങ്ങൾ സഹിച്ചിരുന്നു. അദ്ദേഹത്തെ ഏറെ ബുദ്ധിമുട്ടിച്ചിരുന്നത് ജയിലിലെ കല്ലുകളും പുഴുക്കളുമുള്ള മോശം ഭക്ഷണവും പരിപ്പ് കറിയുമായിരുന്നു. നല്ല ഭക്ഷണം ലഭിക്കാൻ വേണ്ടി MP നിരന്തരം നിരാഹാരം അനുഷ്ഠിക്കുകയും ഈ വിഷയം മദ്രാസ് നിയമസഭയിൽ ചർച്ചയായതോടുകൂടി ഭരണകൂടം MP നാരായണ മേനോൻ്റെ പാലും മത്സ്യവും മാംസവുമെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. 1931 ഫെബ്രുവരി 21-ാം തീയതി MP നാരായണ മേനോനെ മദ്രാസ് ജയിലിൽ നിന്നും വെല്ലൂർ സെൻട്രൽ ജയിലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. ഈ ട്രാൻസ്ഫറിന് പിന്നിലുള്ള പ്രധാന കാരണം MP-യെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ നിയമസഭയിൽ ഉണ്ടാവാതിരിക്കാനും മദ്രാസിലെ പത്രങ്ങളിൽ അധികം വാർത്ത വരാതിരിക്കാനുമായിരുന്നു. മദ്രാസ് പ്രവിശ്യയിലെ ക്രിമിനൽ തടവുകാരിൽ നിന്നും ഒരൊറ്റ വ്യക്തിക്ക് A ക്ലാസ് നൽകിയിരുന്നുള്ളൂ. അത് MP നാരായണ മേനോനാണ്. അതുകൊണ്ട് തന്നെ MP-യുടെ ജയിൽ ജീവിത കാലഘട്ടം 1921 മുതൽ 29 വരെ ആദ്യഘട്ടമായും 1929 മുതൽ 34 വരെ രണ്ടാം ഘട്ടമായും തിരിക്കാൻ സാധിക്കും. ഈ കാലഘട്ടത്തിൽ MP നാരായണ മേനോൻ്റെ വസ്ത്രത്തെക്കുറിച്ച് BA കേശവൻ നായർ പരാമർശിക്കുന്നുണ്ട്. ഒരു പട്ടാളക്കാരൻ്റെ ചിട്ടയായിരുന്നു MP നാരായണ മേനോൻ എന്നാണ് കേശവൻ നായർ അനുസ്മരിക്കുന്നത്. ജയിലിലെ സാധാരണ തടവുകാർ നേരിടുന്ന പ്രശ്നങ്ങൾക്കെതിരെയും പ്രതികരിച്ചിരുന്നു. MP നാരായണ മേനോൻ്റെ ഭാര്യ മദ്രാസ് ഗവൺമെൻറ്റിന് ഒരു ഭീമ ഹർജി തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. MP നാരായണ മേനോൻ എന്ന വ്യക്തിയുടെ ജയിൽ മോചനത്തിനു വേണ്ടി മലബാറിലെ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല, സാധാരണക്കാർ വളരെ ശബ്ദമുയർത്തിയിരുന്നു. 1923 മുതൽ മദ്രാസ് നിയമസഭയിലും പത്രങ്ങളിലും തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ MP-യുടെ മോചനത്തിനായുള്ള ശബ്ദങ്ങൾ ഉയർന്നു വന്നിരുന്നു. 1923 തന്നെ MP നാരായണ മേനോനെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രമേയം പാസാക്കിയെങ്കിലും ഗവർണർ ആ പ്രമേയം തള്ളിക്കളയുകയാണ് ഉണ്ടായത്. പിന്നീട് നിരന്തരം പ്രമേയങ്ങൾ പാസായെങ്കിലും ബ്രിട്ടീഷ് ഭരണകൂടം തെരഞ്ഞെടുക്കപ്പെടുന്ന ലെജിസ്ലേറ്റീവ് കൗൺസിലുകൾ എങ്ങനെയാണ് ആ പ്രമേയത്തെ കാണുന്നതെന്ന് MP-യെ ജയിൽ മോചിതനാക്കാതിരുന്നതിൽ നിന്നും വ്യക്തമാണ്. നിരവധി കോണുകളിൽ നിന്നും MP നാരായണ മേനോൻ്റെ മോചനത്തിനായി ശബ്ദമുയർന്നതോടുകൂടി MP നാരായണ മേനോന് കണ്ടീഷണൽ റിലീസ് അല്ലെങ്കിൽ ഉപാധികളോടെ ജയിൽ മോചിപ്പിക്കാമെന്ന് 1924 ഭരണകൂടം ഉത്തരവിട്ടു. ഒന്നാമതായി MP രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കണം. രണ്ടാമതായി മലബാറിൽ പ്രവേശിക്കരുത്. മൂന്നാമതായി MP-യുടെ താമസ സ്ഥലവും യാത്രയും സമയാസമയവും ബ്രിട്ടീഷ് ഭരണകൂടത്തിന് റിപ്പോർട്ട് ചെയ്യണം. 1924 മുതൽ നിരവധി വ്യക്തികൾ MP നാരായണ മേനോനോട് മാപ്പ് അപേക്ഷ നൽകാൻ ആവശ്യപ്പെട്ടെങ്കിലും വ്യക്തി സ്വാതന്ത്ര്യം ത്യജിച്ചുകൊണ്ട് ജയിൽ മോചിതനാവാൻ MP നാരായണ മേനോൻ തയ്യാറായിരുന്നില്ല. 1934 ഒക്ടോബർ 1-ാം തീയതി വെല്ലൂർ സെൻട്രൽ ജയിലിൽ നിന്നും MP നാരായണ മേനോൻ ജയിൽ മോചിതനായി.
തൊട്ടടുത്ത ദിവസത്തെ മദ്രാസ് പത്രങ്ങളിലെല്ലാം സ്വന്തം ആത്മാഭിമാനം പണയം വെക്കാതെ ജയിൽ മോചിതനായ MP നാരായണ മേനോനെ അഭിനന്ദിച്ചുകൊണ്ടുള്ള വാർത്തകളായിരുന്നു. പക്ഷേ കട്ടിലശ്ശേരി ഇത്തരത്തിലുള്ള സമരങ്ങൾ നടക്കുമ്പോൾ ഇവിടെ മലബാറിൽ പ്രത്യക്ഷമായിട്ട് ഉണ്ടായിരുന്നില്ല. ഇവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു കട്ടിലശ്ശേരി. ഇവിടുത്തെ കുടിയാന്മാരെ സംഘടിപ്പിക്കുന്നതിനും അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുകയും ചെയ്ത മഹത് വ്യക്തിയായിരുന്നു അദ്ദേഹം. ജയിൽ മോചനാനന്തരം മലബാറിൽ എത്തിച്ചേർന്ന MP നാരായണ മേനോന് വലിയ സ്വീകരണമാണ് നൽകിയിരുന്നത്. അദ്ദേഹത്തിൻ്റെ വക്കീൽ പ്രാക്ടീസ് തുടരാൻ കോടതിയിൽ നിന്നും അനുവാദം ലഭ്യമായിരുന്നില്ല. നേടിയെടുക്കാൻ വേണ്ടി അപ്പീൽ നൽകിയെങ്കിലും ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയായതിനാൽ MP നാരായണ മേനോന് തൻ്റെ വക്കീൽ പ്രാക്ടീസ് അനുവദിച്ച് നൽകാൻ കോടതി തയ്യാറായിട്ടില്ല. തൻ്റെ ശിക്ഷാ കാലാവധി പൂർത്തിയാക്കിയതിനാൽ പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കുകയും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡൻ്റായും പല ചുമതലകളും MP നാരായണ മേനോൻ ഏറ്റെടുത്തിരുന്നു. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട MP നാരായണ മേനോൻ്റെ ജയിൽ ജീവിതം 1921 ജയിൽ ജീവിതവുമായി പൂർണ്ണമായും വ്യത്യസ്തമായിരുന്നു. പിന്നീട് ഒരു മാസക്കാലത്തോളം തമിഴ്നാട്ടിൽ മാത്രമായിരുന്നു MP നാരായണ മേനോന് സ്വീകരണം നൽകിയത്. കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരികയും ജില്ലാ ബോർഡ് തെരഞ്ഞെടുപ്പിൽ നിൽക്കുകയും അതിൽ വിജയിക്കുകയും ചെയ്തു. മലബാർ ഡിസ്ട്രിക്ട് ബോർഡ് പ്രസിഡന്റ് കേളപ്പനും വൈസ് പ്രസിഡന്റ് കട്ടിലശ്ശേരിയുമായിരുന്നു. മലപ്പുറം ഗവൺമെൻറ് ഹൈസ്കൂൾ കട്ടിലശ്ശേരിയുടെ പ്രവർത്തന ഫലമായി ഉയർന്നു വന്നതാണ്. അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കും വേണ്ടി ഏതാണ്ട് ഒരു വളപ്പ് പ്രത്യേകമായിട്ട് വാങ്ങുകയും അവിടെ ഖബറിടങ്ങൾ ഉണ്ടാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു. 1943 അദ്ദേഹം ഇഹലോകവാസം വെടിയുകയാണ് ചെയ്യുന്നത്. കട്ടിലശ്ശേരി മുസ്ലിയുടെ ഖബർസ്ഥാനം കരിഞ്ചാപ്പാടി ജുമാ മസ്ജിദിൻ്റെ കിഴക്ക് വശത്താണ്. അദ്ദേഹത്തിൻ്റെ മക്ബറ പുതുക്കി പണിതിട്ടുണ്ട്. എൻ്റെ മകൻ അബ്ദുൽ അസീസ്. MP നാരായണ മേനോൻ്റെ അവസാന കാലം രോഗരീതിയിൽ നീങ്ങിയിരുന്നു. മകൻ്റെ അടുത്ത് മദ്രാസിലായിരുന്നു അദ്ദേഹം അവസാന കാലത്ത് താമസിച്ചിരുന്നത്. 1966 ഒക്ടോബർ 5 അദ്ദേഹം മരിച്ചു. അന്ന് അവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്ന കാമരാജും സിനിമാ നടൻ ശിവാജി ഗണേശനും അദ്ദേഹത്തെ കാണാൻ വന്നു. കാമരാജ് അന്ന് പറഞ്ഞത് പെരിയ മനുഷ്യൻ എന്നാണ്. MP നാരായണ മേനോൻ സ്വാതന്ത്ര്യത്തിന് ശേഷം സ്വാതന്ത്ര്യ സമര പെൻഷനോ മറ്റ് ആനുകൂല്യങ്ങളോ ഒന്നും കൈപ്പറ്റിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതേപോലെ സ്വാതന്ത്ര്യ സമര പെൻഷൻ കൈപ്പറ്റിയിട്ടില്ല. നിസ്വാർത്ഥ സേവകരായിരുന്നു രണ്ടുപേരും. MP നാരായണ മേനോൻ്റെ ആദ്യത്തെ സ്മാരകം 1931 വടകരയിൽ നടന്ന അഖില മലബാർ കോൺഗ്രസ് സമ്മേളനത്തിൻ്റെതായിരുന്നു. ആ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനു വേണ്ടി സംഘാടകർ ജയിലധികൃതരോട് MP നാരായണ മേനോനെ വിട്ടുതരണമെന്ന് പറഞ്ഞു. അവർ സമ്മതിച്ചില്ല. ആ സമ്മേളന നഗരിക്ക് അവർ MP നാരായണ നഗർ എന്ന് പേരിട്ടു. ഇന്നും ആ നഗർ വടകരയിലുണ്ട്. പുതിയ ബസ് സ്റ്റാൻഡൊക്കെ ആ നഗരിൽ ഉൾപ്പെടും. അങ്ങാടിപ്പുറം സർവീസ് സഹകരണ ബാങ്ക് അങ്ങാടിപ്പുറം പരിയാവരം റോട്ടിൽ ഒരു MP നാരായണ മേനോൻ സ്മാരക ഓഡിറ്റോറിയം സ്ഥാപിച്ചിട്ടുണ്ട്. MP നാരായണ മേനോൻ കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ സ്മാരകം എന്ന് പൊഴക്കാട്ടിരി പഞ്ചായത്ത് ഓഫീസ് ബിൽഡിങ്ങിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങാടിപ്പുറം പൂപ്പലത്താണ് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ ആൻഡ് MP നാരായണ മേനോൻ സ്മാരകം എന്ന് സ്ഥാപിച്ചിട്ടുള്ളത്. പൊഴക്കാട്ടിരി പഞ്ചായത്തിൽ രാമപുരത്ത് നിന്ന് കട്ടിലശ്ശേരിക്കുള്ള റോഡ് നെൽവയൽ നികത്തി നിർമ്മിച്ച റോഡ്, ആ റോഡിന് MP നാരായണ മേനോൻ ആൻഡ് കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ സ്മാരക റോഡ് എന്നാണ് പേരിട്ടിട്ടുള്ളത്. 1921 പോരാട്ടം ജന്മിമാരുടെ കിരാതവാഴ്ചയ്ക്കെതിരെയുള്ളതായിരുന്നെങ്കിലും കാർഷിക അസ്വാരസ്യങ്ങൾക്ക് പുറമെ രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളും ആ പോരാട്ടത്തിനുണ്ടായിരുന്നു. ദുരിതമനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമര പോരാളികളുടെ ചെറുത്തുനിൽപ്പിനെ ക്രൂരമായി അടിച്ചമർത്താൻ ബ്രിട്ടീഷ് ഭരണകൂടത്തിന് കഴിഞ്ഞു. തിരൂരങ്ങാടി, മേൽമുറി, വാഗൺ തുടങ്ങിയ കൂട്ടക്കൊലകൾ അതിലെ ചില അധ്യായങ്ങൾ മാത്രമാണെങ്കിലും സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ മാപ്പിള കലാപമെന്ന പേരിൽ മലബാർ പോരാട്ടം ഇടം പിടിച്ചതും അതുകൊണ്ടാണ്. ഈ സമരത്തിൻ്റെ ഭാഗമായിട്ടാണ് വാഗൺ കൂട്ടക്കൊല എന്ന് പറയുന്ന ഒരു കൂട്ടക്കൊല നടക്കും. 72ഓളം പേര് ശ്വാസം മുട്ടി മരിക്കും. ആ 72 പേരിൽ നിങ്ങൾക്ക് ഒരു മേലെടുത്ത് ശങ്കരൻ നായരെ കാണാൻ പറ്റും, തൃക്കലങ്കോട് അച്യുതൻ നായരെ കാണാൻ പറ്റും, ഇട്ടിച്ചിപ്പ് എന്ന് പറയുന്ന മറ്റൊരു തീരദേശാഭിമാനിയെ കാണാൻ പറ്റും, ഉണ്ണിപ്പെരവൻ എന്ന് പറയുന്ന ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ദേശാഭിമാനിയെ കാണാൻ പറ്റും. ഇവരെല്ലാവരും തന്നെ ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ടവരായിരുന്നു. അപ്പോൾ ഇതൊരു ഹിന്ദു വംശഹത്യയാണെങ്കിൽ എങ്ങനെയാണ് ഈ 72 ധീര രക്തസാക്ഷികളിൽ ഈ 4 അമുസ്ലിം സുഹൃത്തുക്കൾ ഉൾപ്പെട്ടത് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്.
1920-21 സമരമുന്നേറ്റത്തിൻ്റെ ഭാഗമായി രാജ്യത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് മലബാറിലെ പോലെ സായുധ പോരാട്ടം പൊട്ടിപ്പുറപ്പെടുമെന്നോ ബ്രിട്ടീഷ് ഭരണത്തെ കുറച്ചു കാലത്തേക്കെങ്കിലും അത് നാമാവശേഷമാക്കുമെന്നോ ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. ലോകത്തിൻ്റെ 1/3 ഭാഗങ്ങളും യൂറോപ്യർക്ക് കീഴടങ്ങിയിട്ടും ഇന്ത്യയിലെ തെക്കേ അറ്റത്ത് ചെറിയ ദേശം സാമ്രാജ്യത്വ ശക്തികൾക്ക് മുമ്പിൽ കീഴടങ്ങാതെ മരണത്തിന് നേർക്ക് നേരെ അഭിമുഖീകരിച്ചുകൊണ്ട് പോരാട്ടത്തിൽ അടിയുറച്ചു നിന്നത് ലോകം ഉറ്റുനോക്കുകയായിരുന്നു. ഓക്യുപ്പേഷൻ ഓഫ് നിലമ്പൂർ എന്ന പേരിൽ ലോകത്തിൽ അത് അറിയപ്പെടുകയും ചെയ്തു. വള്ളുവനാട്ടിലും ഏറനാട്ടിലും ഉണ്ടായ പ്രക്ഷോഭങ്ങൾ അത് ഒരു മുസ്ലിം മതസമുദായത്തിൻ്റെ വർഗീയ കലാപമായിരുന്നു എന്ന് ചിത്രീകരിക്കുവാൻ ശ്രമിക്കുന്ന ആളുകളെ നമ്മൾക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ ചരിത്ര ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് ഇതൊരു ജനകീയ പോരാട്ടമായിരുന്നു. അതിൽ എല്ലാ വിഭാഗം ജനങ്ങളും ദുരിതത്തിനെതിരെ പോരാടിയതായിട്ടും രേഖകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തുവാൻ സാധിക്കുന്നുണ്ട്. 1921 നടന്ന അതിരൂക്ഷമായ പോരാട്ടത്തിൽ നിരവധിയായ ഹിന്ദു വിഭാഗക്കാരും ബ്രിട്ടീഷ് പോലീസിൻ്റെ ക്രൂരതകൾക്ക് വിധേയരായിട്ടുണ്ട്. MP നാരായണ മേനോൻ ബ്രിട്ടീഷുകാരുടെ ഒന്നാമത്തെ ശത്രുവായി മാറിയത് അദ്ദേഹം ഈ കലാപത്തിന് നേതൃത്വം കൊടുത്തു എന്ന കാരണത്തിൽ മാത്രമാണ്. മണ്ണാർക്കാട് ഇളയ നായർ, വെള്ളാട്ടര ഉണ്ണിക്കുഞ്ചൻ രാജ, പറമ്പോട്ട് അച്യുതൻകുട്ടി മേനോൻ, മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, പൂന്താനം രാമൻ നമ്പൂതിരി, ആനമങ്ങാട്ട് കുർശിക്കളത്തിൽ കേശവൻ നായർ, എടച്ചോല കുട്ടപ്പണിക്കർ, ചേനമ്പാറ അച്യുതപ്പണിക്കർ, അപ്പുള്ളി കേശവൻ നായർ, വാഴപ്പള്ളി അപ്പു എന്ന കോലുമേനോൻ, ആലിക്കുന്നത്ത് കൃഷ്ണൻ നായർ, ചമ്പയിൽ കമ്മു, താമരത്ത് വേലായുധൻ നായർ, കള്ളിക്കാട്ട് മൂത്തകുട്ടി, എല്ലാവരുടെയും പേരുകൾ ഞാൻ പറയുന്നില്ല. വർഗീയമായ ചുവയോടുകൂടി ഈ കലാപത്തെ ഒരു മതവിഭാഗം നടത്തിയ പോരാട്ടമായി ചിത്രീകരിച്ചുകൊണ്ട് അത് എന്ത് പ്രശ്നത്താലാണോ ഉന്നയിക്കപ്പെട്ടത് അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിട്ട് ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തുവാനുള്ള ഒരു ശ്രമം ഇത്തരത്തിലുള്ള ചരിത്ര ദുർവ്യാഖ്യാനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യൻ ജീവിക്കാൻ വേണ്ടി, അവൻ്റെ ദുരിതങ്ങൾ തീരാൻ വേണ്ടി ഒരു കൂട്ടം ജനത മതവ്യത്യാസമില്ലാതെ പോരാടിയതുകൊണ്ടാണ് 1921 അതിനു മുൻപ് നടന്ന പോരാട്ടങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി മാറിയത്. വിവിധ തലത്തിലും വിവിധ തരത്തിലുമുള്ള സമരങ്ങളുടെ പരിണിത ഫലമായിരുന്നു നമുക്ക് ലഭ്യമായ സ്വാതന്ത്ര്യം. ഇതിനെ ഒരു കലാപമായിട്ടാണ് പലരും ചിത്രീകരിച്ചിരുന്നത്. മലബാർ കലാപം ഓഗസ്റ്റിൽ ആരംഭിച്ച് ഒരു ഒക്ടോബർ വരെയുള്ള കാലഘട്ടത്തിൽ ഏറനാട്ടിലെയും വള്ളുവനാട്ടിലെയും നടന്നിട്ടുള്ള അറസ്റ്റുകളിൽ, ബ്രിട്ടീഷ് വിരുദ്ധ കലാപങ്ങളിൽ ഇതിലൊക്കെ പിടിക്കപ്പെട്ട് കുറ്റവാളികളായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ രേഖകളിൽ കാണുന്നതിൽ 1ഉം 2ഉം പ്രതികളൊക്കെ തന്നെ ഏതെങ്കിലും നായർ മേനന്മാരാണ് എന്നുള്ളതാണ്. അല്ലാതെ അതൊരു മാപ്പിള കലാപമായത് അല്ലെങ്കിൽ ഒരു ഹിന്ദു മുസ്ലിം കലാപമായിരുന്നില്ല. അവിടെ 2 പക്ഷേ ഉണ്ടായിട്ടുള്ളൂ 1921. അതിൽ 2 പക്ഷം എന്ന് പറയുന്നത് ഒന്ന് നാട്ടുപക്ഷം, വേറെ ഒന്ന് രാജപക്ഷം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ പോരാട്ടം എന്ന് പറയുന്നത് നിസ്വരായിട്ടുള്ള സാധാരണ മനുഷ്യരായിരുന്നു. ഹിന്ദു മുസ്ലിം മൈത്രി ഉയർത്തിപ്പിടിച്ച ബ്രിട്ടീഷുകാർക്കും ജന്മിമാർക്കുമെതിരായി നടന്നിട്ടുള്ള ഐതിഹാസികമായ ഒരു സമരമായിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. MP നാരായണ മേനോനും കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാരും ആ വലിയ ഒരു ജനകീയ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. അബൂ താലിബ് എന്ന പേരിൽ മുസ്ലിങ്ങൾക്ക് വിഭാഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട നാമകരണം കൊണ്ട് വിശേഷിപ്പിക്കപ്പെട്ട MP നാരായണ മേനോൻ, അതേപോലെ തന്നെ ഹിന്ദു വിഭാഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട കട്ടിലശ്ശേരി മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹത്തിൻ്റെ 2 പേരുടെയും സൗഹൃദം ഈ വരുന്ന എല്ലാ കാലഘട്ടത്തിലേക്കും നാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രതീകമാണ്. മതനിരപേക്ഷതയാണ് മനുഷ്യ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാന ഘടകം. ഇന്ത്യ നിലനിൽക്കുന്നതും മതനിരപേക്ഷത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെ ആ അടിസ്ഥാനം നഷ്ടപ്പെടാതെ
ആ അടിസ്ഥാനത്തെ ഊട്ടിയുറപ്പിക്കുന്ന ഇത്തരത്തിലുള്ള പോരാട്ടങ്ങൾ നാം പഠിച്ചുകൊണ്ടേയിരിക്കണം. അതൊരു വർഗീയ കലാപമായിരുന്നില്ല, ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ടമായിരുന്നു എന്ന് തീർത്തും നമുക്ക് പറയാൻ സാധിക്കും. സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അതിമഹത്തായ സംഭാവനകൾ നൽകിയ 2 ധീര ദേശാഭിമാനികളെ സ്മരിക്കുന്നതിന് വേണ്ടി നമ്മുടെ മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തയ്യാറാക്കിയ ഈ ഡോക്യുമെൻ്ററിയിൽ എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊണ്ടിച്ചുകൊണ്ട് തികച്ചും ചരിത്ര സത്യങ്ങൾ യാതൊരു രൂപത്തിലും വളച്ചൊടിക്കാത്ത വിധം ഇത് തയ്യാറാക്കിയ, ഇതിൻ്റെ പിന്നിൽ അക്ഷീണം പ്രവർത്തിച്ച ഭരണസമിതി അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, ഈ 2 കുടുംബങ്ങളുടെയും പ്രധാനികൾ എന്നിവരെയൊക്കെ ഇത്തരുണത്തിൽ ഇവിടെ പ്രത്യേകം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി ഓർക്കുന്നതോടൊപ്പം ഇതിൻ്റെ വിജയത്തിനായി പ്രവർത്തിച്ച മുഴുവൻ പേരെയും ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അഭിനന്ദിക്കുന്നു. തീർച്ചയായും വരും സമൂഹത്തിന് അവർ ചെയ്ത ത്യാഗപൂർണമായ സംഭവ ബഹുലമായ അവരുടെ ജീവിത ചരിത്രം വരും തലമുറക്ക് പ്രയോജനപ്പെടുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. മലബാറിലെ ഹൈന്ദവ, മുസ്ലിം, ദളിത് ജനത ഒന്നിച്ചു നിന്ന് പോരാടുമ്പോൾ അതെല്ലാം ഹിന്ദു മുസ്ലിം സംഘടനമായി മാറ്റുകയാണ് വെള്ളക്കാർ ചെയ്തത്. ഈ പോരാട്ടം ഇന്ത്യയിൽ സ്വമേധയാ ഉണ്ടായ ജനകീയ പോരാട്ടങ്ങളിൽ അതിതീവ്രമായ അധ്യായങ്ങളിൽ ഒന്നാണെന്നതിൽ യാതൊരു സംശയവുമില്ല. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം വരുംകാല ചരിത്രകാരന്മാർ വിശകലനം ചെയ്യുമ്പോൾ സാമ്രാജ്യത്വം പിന്തുണച്ചിരുന്ന ജന്മിത്വത്തിനെതിരെ മലബാറിലെ കർഷകർ നടത്തിയ അത്യുഗ്രൻ പോരാട്ടത്തോട് പൂർണ്ണമായും നീതി പുലർത്തി. ഈ പോരാട്ടം ഇന്ത്യയിൽ സ്വമേധയാ ഉണ്ടായ ജനകീയ പോരാട്ടങ്ങളിൽ അതിതീവ്രമായ അധ്യായങ്ങളിൽ ഒന്നാണെന്നതിൽ യാതൊരു സംശയവുമില്ല.